നമസ്കാരം. കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് പുതുചരിത്രം എഴുതി കൊച്ചിയിലെ നിക്ഷേപക സംഗമം. 374 കമ്പനികൾ വാഗ്ദാനം ചെയ്തത് ഏതാണ്ട് 1.5 ലക്ഷം കോടിയുടെ നിക്ഷേപമാണ്. വികസന വഴിയിൽ ഐക്യയാത്രയ്ക്ക് തുടക്കമാവുകയാണ് എന്ന് വ്യവസായ മന്ത്രി പി രാജീവ്. കേരളം മാറ്റത്തിന്റെ വഴിയിലോ? സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ അഡ്വക്കേറ്റ് കെ അരുൺകുമാർ CPM-ൽ നിന്ന്, അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് BJP-യിൽ നിന്ന്, ശ്രീ KP നൌഷാദ് അലി കോൺഗ്രസിൽ നിന്ന്. ശ്രീ അരുൺകുമാർ, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. ശ്രീ അരുൺകുമാർ, നിക്ഷേപക സംഗമം കേരളത്തിന്റെ വികസന വഴിയിൽ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുമെന്ന വിശ്വാസത്തോടു കൂടി സർക്കാർ പ്രഖ്യാപിക്കുകയും നടപ്പിലാക്കുകയുമാണ്. ഇത് ഇത്രയും മണിക്കൂറുകളിലെ ഈ 2 ദിവസങ്ങളിലെ അവിടെ നിന്നുള്ള പ്രതികരണത്തിൽ നിന്ന് സർക്കാരിന് കിട്ടുന്ന വലിയ പ്രതീക്ഷ എന്താണ്? അതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അതിന് തുടർച്ചയുണ്ടാകുമോ എന്നുള്ളതാണ്. ഐക്യയാത്രയ്ക്ക് തുടക്കമാകും എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെയും പ്രതിപക്ഷത്തിന്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന പ്രതികരണങ്ങളുടെ പിന്തുണയുടെയൊക്കെ പശ്ചാത്തലത്തിലാണല്ലോ. അത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുകൂടി പരസ്പരം ഉണ്ടായാൽ മാത്രമേ ഇങ്ങനെയൊരു മുന്നേറ്റം സാധ്യമാവുകയുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അങ്ങ് തന്നെ ചർച്ചയിലിരുന്ന് പറയുന്നുണ്ടായിരുന്നു പ്രതിപക്ഷം അവിടെ വരേണ്ടി വന്നു എന്ന്. ആ നിലപാടുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ഒരു ഐക്യയാത്രയ്ക്കുള്ള വികസനത്തിന്റെ വഴിയിലുള്ള ഒരു ചേരിതിരിവുമില്ലാതെ മുന്നോട്ട് പോകാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്നുകൂടി ഉണ്ടാകുമോ? എത്രത്തോളം പ്രതീക്ഷയോടെ നമ്മളിതിനെ കാണണം? ഏതായാലും വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. കാരണം എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് 3000-ഓളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന തരത്തിൽ 28 ലോകരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി, പ്രത്യേകിച്ച് USA, റഷ്യ, ജർമ്മനി, ജപ്പാൻ, മലേഷ്യ, സിംഗപ്പൂർ എല്ലാ രാജ്യങ്ങളിൽ നമ്മൾ ഉദ്ദേശിച്ച രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെല്ലാം വന്നു. 2 ദിവസം പൂർണ്ണമായിട്ട് ഇതിന്റെ ഭാഗമായിട്ട് പങ്കെടുത്തു. ഇപ്പോൾ ഏകദേശം 374 പ്രപ്പോസൽ, അതിന്റെ അനുമതി പത്രം, അതിന്റെ ഭാഗമായി 1,53,905 കോടി രൂപയുടെ നിക്ഷേപം നടത്താൻ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനത്തെ കണ്ടു എന്നതുകൊണ്ടാണല്ലോ ഇത്രയും കമ്പനികൾ ഒരു പ്രഖ്യാപനവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിൽ അദാനി ഗ്രൂപ്പ് തന്നെ ഏകദേശം 30,000 കോടി രൂപ, ആസ്റ്റർ ഗ്രൂപ്പ് 850 കോടി രൂപ, അതുപോലെ ഷറഫക് ഗ്രൂപ്പ് 5000 കോടി, ലുലു മാളിന്റെ 5000 കോടി, ആരോഗ്യ രംഗത്ത്, അങ്ങനെ എല്ലാ രംഗത്തും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ലിസ്റ്റ് പരിശോധിച്ചാൽ സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും നിക്ഷേപം വരുന്നു എന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ് കമ്പനികൾ നടത്തിയിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള 30 സെക്ഷനുകളിലും കേരളത്തിൽ ഏതൊക്കെ മേഖലയിലാണ് നിക്ഷേപം വിളിച്ചു വരുത്തേണ്ടത്, അതിനുള്ള അനുകൂല സാഹചര്യങ്ങൾ, മുന്നോട്ട് പോകേണ്ട സാഹചര്യം, ഇപ്പൊ നിക്ഷേപം വന്നാലും അത് ലാഭത്തിൽ പോകണം, അതിനുള്ള സാഹചര്യം കേരളത്തിലുണ്ടോ എന്നതിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള പരിശോധനയും ചർച്ചയുടെയും ഭാഗമായിട്ടാണ് ഈ പ്രഖ്യാപനങ്ങൾ വന്നിരിക്കുന്നത്. ഈ പ്രഖ്യാപനം ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെയാണ്. ലോകത്ത് പല മേഖലകളിലും നിക്ഷേപം നടത്തി അത് വിജയത്തിൽ എത്തിച്ചവർ തന്നെയാണ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് നമ്മൾ ഇതിനെല്ലാം കാണുന്നത്. ഇതിന് പ്രതിപക്ഷമായാലും അതുപോലെ മാധ്യമങ്ങളായാലും വലിയ പിന്തുണയാണ് ഈ നിക്ഷേപ സംഗമത്തിന് നൽകിയത്. കാരണം ആദ്യഘട്ടത്തിൽ ഒരു MP-യുടെ ലേഖനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. നിക്ഷേപ സൗഹൃദമല്ല കേരളം എന്ന രൂപത്തിൽ തന്നെ പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായി പ്രതിപക്ഷ നേതാവ്. എന്നാൽ അദ്ദേഹം അത് തിരുത്തി. അദ്ദേഹം നിക്ഷേപ സംഗമത്തിൽ വന്ന് സംസാരിച്ചു. ഈ ലീഡർഷിപ്പ്, ഓരോ രാജ്യങ്ങളിൽ നിന്ന് വന്ന ലീഡർഷിപ്പ് എല്ലാം അദ്ദേഹവുമായിട്ടും സംസാരിച്ചു. വളരെ അനുഭാവപൂർവ്വമായിട്ടുള്ള ഒരു ഒരു ഇടപെടലാണ് ഉണ്ടായത്. അതുപോലെ മാധ്യമങ്ങൾ വലിയ കവറേജാണ് ഇത് കൊടുത്തത്. കാരണം ഇത്തരത്തിൽ നിക്ഷേപങ്ങൾ വരുമ്പോൾ അതിന്റെ ഗുണം ഈ നാടിന് വരാൻ പോകുന്നു, ചെറുപ്പക്കാർക്ക് വരാൻ പോകുന്നു. ഇനി ഏതെങ്കിലും തരത്തിൽ ഈ നാട് വിട്ടാർക്കും പോകേണ്ടി വരില്ല. കാരണം വിദേശത്തുനിന്നുള്ള ആളുകൾ വരെ ജോലിക്കും പഠനവുമായിട്ട് ഇങ്ങോട്ട് വരുന്ന ഒരു സാഹചര്യവും വരുന്നു. അത്തരത്തിലൊരു നല്ലൊരു പോസിറ്റീവ് അന്തരീക്ഷം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു. ഈ സ്പിരിറ്റ് ഗവൺമെന്റ് ഉൾക്കൊള്ളും, അതിശക്തമായിട്ട് മുന്നോട്ട് പോകും. ഓരോ 3 വർഷത്തിനിടയിൽ തന്നെ ഇത്തരത്തിലുള്ള ആഗോള സംഗമം സംഘടിപ്പിക്കും. ഇപ്പോൾ 28 രാജ്യങ്ങളാണ് പങ്കെടുത്തതെങ്കിൽ അടുത്ത തവണ വരുമ്പോഴേക്കും കൂടുതൽ രാജ്യങ്ങൾ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കും. ഈ കമ്പനികൾക്ക് കൊടുത്ത, ഈ നിക്ഷേപകർക്ക് കൊടുത്ത വാക്ക് ഗവൺമെന്റ് പാലിക്കും. അതോടൊപ്പം തന്നെ എല്ലാ തരത്തിലുള്ള പശ്ചാത്തല സൗകര്യം ഉറപ്പുവരുത്തും. റോഡ്, അതുപോലെ ഗതാഗതം, വൈദ്യുതി, വെള്ളം, എത്തരത്തിലുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതോടെ ആത്മവിശ്വാസത്തോടെ മുതൽ മുടക്കാനുള്ള സാഹചര്യം ഒരുക്കും. ശരി, ഞാൻ അങ്ങോട്ട് ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിന് ഒരു കൂട്ടായ ശ്രമം ഉണ്ടാകുമോ എന്നുള്ളതാണ്. എനിക്ക് മറ്റതിലേക്ക് പോകാൻ സമയമായി. അതിന് ഏറ്റവും ചുരുങ്ങിയ ഒരു മറുപടി കൂടി പറയുകയാണെങ്കിൽ കൂട്ടായിട്ടുള്ള ശ്രമം ഉണ്ടാകും. ഈ വികസനത്തിന്റെ കാര്യത്തിൽ ഒരു തരത്തിലും രാഷ്ട്രീയമോ മതമോ മറ്റു പരിഗണനയോ ഉണ്ടാകില്ല. അത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് കഴിഞ്ഞ 9 വർഷമായി ഗവൺമെന്റിന്റെ നയം. അതുകൊണ്ടാണ് നമുക്ക് പുറകിൽ നിന്ന് പടിപടിയായിട്ട് കയറി വരാൻ ഇത്തരത്തിലൊരു സംഗമത്തിന്റെ ഭാഗമായി ഒത്തുകൂടുമ്പോഴും ഈ സംസ്ഥാനത്തെ സാമ്പത്തിക വ്യവസായ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ പരിഷ്കരണ നയങ്ങളിലും ബഹുദൂരം മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞത് ഈ ഒരു അനുകൂല സാഹചര്യം കേരളത്തിൽ ഉള്ളതുകൊണ്ടാണ്. അതിൽ എല്ലാവരും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനം തന്നെ സംഘടിപ്പിക്കും. നമുക്ക് വികസിത കേരളം, അതുപോലെ തന്നെ ലോകത്തിന് മാതൃകയായിട്ട് മുന്നേറുന്ന ഒരു കേരളം സൃഷ്ടിക്കാൻ ഒരു തരത്തിലുള്ള വിവേചനം ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ കെ എസ് അരുൺകുമാർ, ശ്രീ ശങ്കുട്ടി ദാസ്, ഇപ്പോ കഴിഞ്ഞ ദിവസം 3 കേന്ദ്രമന്ത്രിമാർ ഇവിടെ വന്ന് നൽകിയ പിന്തുണ, പരസ്യമായ പിന്തുണ പ്രഖ്യാപനം
കേരളം വികസനത്തിന്റെ കവാടമാകും എന്ന അടക്കമുള്ള പുകഴ്ത്തലുകൾ, ഇതൊക്കെ വലിയ സന്തോഷത്തോടു കൂടിയാണ് സംസ്ഥാനം അടക്കം സ്വീകരിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ ഈ ബജറ്റിന്റെ സമയത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള, അതിന് മുൻപ് കൂടിയാണെങ്കിലും രാഷ്ട്രീയമായ യുദ്ധം, പ്രതിരോധം, പ്രതിഷേധം തുടങ്ങിയ സാഹചര്യത്തിൽ നിന്ന് അതിനപ്പുറത്തേക്ക് ഒരു മെച്ചപ്പെട്ട സാഹചര്യം ഉണ്ടാവുകയാണ്. ഈ പിന്തുണ തുടരുമോ കേരളം ഇങ്ങനെ ഒരു വലിയ ഒരു ശ്രമം മുന്നോട്ട് വെക്കുന്ന സാഹചര്യത്തിൽ? നോക്കൂ, കേരളത്തിന്റെ നിക്ഷേപ അന്തരീക്ഷത്തെ മെച്ചപ്പെടുത്തുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ എല്ലാ കാലത്തും എന്നതുപോലെ ഇനിയും നിർലോഭമായി തുടരുകയും അത് വർദ്ധിപ്പിക്കുകയും ചെയ്യും. കേരളം നിക്ഷേപത്തിൽ വളരെ മുന്നോട്ട് വരണം, കേരളം എന്ന സംസ്ഥാനം കൂടുതൽ മെച്ചപ്പെടണം, അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം നന്നാവണം എന്നുള്ളതൊക്കെ തന്നെയാണല്ലോ കേന്ദ്ര സർക്കാരിന്റെ ആഗ്രഹം. ആ കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല. പലപ്പോഴും പല ആളുകളും തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ കിട്ടിയിട്ടുള്ള സഹായങ്ങൾ എന്തൊക്കെയാണ്, ഇപ്പോൾ തുടർന്ന് കിട്ടാൻ പോകുന്ന സഹായങ്ങൾ എന്തൊക്കെയാണ്? 3 ലക്ഷം കോടി രൂപയുടെ പ്രോജക്റ്റുകളാണ് നിതിൻ ഗഡ്കരി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. അതിൽ ഇൻഫ്രാസ്ട്രക്ചർ, റോഡ് ഡെവലപ്മെന്റിന് വേണ്ടി മാത്രമായിട്ട് 50,000 കോടി രൂപയുടെ പ്രോജക്റ്റുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇത്തരം കാര്യങ്ങളെ നമ്മൾ നോക്കി കാണുന്നത്. പക്ഷെ അങ്ങനെ നോക്കി കാണുമ്പോൾ പോലും മുൻകാലങ്ങളിലെ അനുഭവങ്ങൾ എന്താണെന്ന് യാഥാർത്ഥ്യബോധത്തോടു കൂടി ഒന്ന് വിലയിരുത്തുക കൂടി വേണം. നമുക്ക് ശുഭാപ്തി വിശ്വാസം വെച്ച് മാത്രം മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇത്തരം സമ്മിറ്റുകൾ നമ്മുടെ നാട്ടിൽ മുന്നേ നടത്തിയതിന് അനുഭവം എന്താണ്, അതിൻ്റെ പ്രോഗ്രസ് കാർഡിൽ നമ്മളിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് യാഥാർത്ഥ്യബോധത്തോടു കൂടി പരിശോധിക്കാൻ കൂടി നമ്മൾ തയ്യാറാവണം എന്നൊരു അപേക്ഷ എനിക്കുണ്ട്. നോക്കൂ, 2011 മുതൽ ഇതുവരെയായി നമ്മൾ 3 പ്രധാനപ്പെട്ട നിക്ഷേപ സമ്മിറ്റുകളും 4 കേരള ലോകസഭകളും നടത്തിയിട്ടുണ്ട്. 2013 ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഉണ്ട്, 2012 എമർജിംഗ് കേരളയുണ്ട്, അതേപോലെ തന്നെ 2020 അസൻ കേരളയുണ്ട്. ഇതിനിടയിൽ 4 കേരള ലോകസഭകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇതിലെല്ലാം വലിയ പ്രോജക്റ്റുകൾ വരുന്നതായി നമ്മൾ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഈ പ്രോജക്റ്റുകൾക്കെല്ലാം നിലവിൽ എന്താണ് സംഭവിച്ചുള്ളത്, ഇതൊക്കെ എവിടെ എത്തി നിൽക്കുന്നു എന്നൊരു പരിശോധന നമുക്ക് ആവശ്യമല്ലേ? അതായത് ജനുവരി 2020 സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പറഞ്ഞത് 1 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം സംസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നാണ് അസൻ കേരള മീറ്റ് കഴിഞ്ഞപ്പോൾ. എന്നാൽ 2022 ഓഗസ്റ്റിൽ പുറത്തു വന്ന കണക്കുകൾ സൂചിപ്പിച്ചത് അതിലുള്ള 26 പ്രോജക്റ്റുകൾ, ഏതാണ്ട് 22,262 കോടി രൂപയുടെ പ്രോജക്റ്റുകൾ, 4 ഭാഗം പ്രോജക്റ്റുകളും ഒന്നല്ലെങ്കിൽ നിർത്തിവെക്കുകയോ അല്ലെങ്കിൽ ഉപേക്ഷിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വളരെ ഫോൾസ് ആയിട്ടുള്ളൊരു ക്ലെയിമാണ് ഇവിടെ ഇത്തരം നിക്ഷേപ പദ്ധതികളുടെ മറവിൽ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിലുള്ള കേരളത്തിന്റെ നിക്ഷേപ അന്തരീക്ഷം മെച്ചപ്പെടുകയാണോ അതോ മോശമാവുകയാണോ ചെയ്തത് നോക്കുമ്പോൾ നമ്മൾ 4-5 പാരാമീറ്റേഴ്സിനെ പ്രധാനമായിട്ട് ആശ്രയിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായത് പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെന്റ് ആണ്. പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൽ വളരെ ഷാർപ്പായിട്ട് ഇടിയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ കാണുന്ന കാര്യം. അതായത് ഇൻവെസ്റ്റർ കോൺഫിഡൻസ് കേരളത്തിന് ആർജിക്കാൻ സാധിച്ചിട്ടില്ല. 2018-നും 2023-നും ഇടയിൽ 23,231 കോടി രൂപയുടെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് മാത്രമേ കേരളത്തിൽ വന്നിട്ടുള്ളൂ. ഇത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും താഴെയാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്ട്സ് എത്രയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഡീപ്പായിട്ടുള്ള സ്റ്റാഗ്നേഷൻ ഉണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഏറ്റവും അവസാനം വേൾഡ് എക്കണോമിക് ഫോറം നടന്നപ്പോൾ ദാവോസിൽ വലിയ കൊട്ടിഘോഷിച്ച് നമ്മൾ അവിടെ പോയി പങ്കെടുത്തിരുന്നു. എന്നാൽ എന്താണ് നമുക്ക് അവിടെ നിന്ന് സമാഹരിക്കാൻ സാധിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട് ഒരു പ്രഖ്യാപനം നടത്താൻ പോലും നമുക്ക് സാധിച്ചിട്ടില്ല എന്നിവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ പ്രോജക്ട്സ് അണ്ടർ ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് 2018-19 കാലഘട്ടത്തിൽ പോലും 38,651 കോടി ഉണ്ടായിരുന്നു. ഇത് കോവിഡിന് മുൻപാണെന്ന് ആലോചിക്കണം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും 38,651 കോടി ഉണ്ടായിരുന്നെങ്കിൽ പിന്നീടുള്ള 5 വർഷങ്ങൾ കൊണ്ട് 2022-23 ആയപ്പോഴേക്കും കേവലം 3,000 കോടിയുടെ വർധനവ് മാത്രമേ 41,369 കോടിയിലേക്ക് എത്തിക്കാനേ നമുക്ക് സാധിച്ചിട്ടുള്ളൂ. ടോട്ടൽ ക്വാണ്ടം ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമാണ്. അപ്പോ പക്ഷേ ഇത്തവണ ഈ ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി നടപ്പിലാക്കുമ്പോൾ നമ്മുടെ സർക്കാരും നമ്മുടെ മന്ത്രിയും ഒക്കെ നമ്മളോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതുവരെ ഇങ്ങോട്ട് വന്ന നിക്ഷേപകർക്ക് മുന്നിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. നമ്മൾ കാലാകാലങ്ങളിൽ അനുവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ ചില കീഴ്വഴക്കങ്ങൾ, ചില ചട്ടക്കൂടുകൾ, നിയമങ്ങൾ, ഇതൊക്കെ അതിനപ്പുറത്തേക്ക് ഇൻവെസ്റ്റേഴ്സിനെ കൂടുതൽ സ്വാധീനിക്കാനുള്ള, ഇൻവെസ്റ്റേഴ്സിനെ കൂടുതൽ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള, ഇപ്പൊ കഴിഞ്ഞ ബജറ്റിൽ സ്ഥലം പരിമിതി മൂലം ഇവിടെ നിക്ഷേപം ഉണ്ടാകാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നടക്കമുള്ള പ്രഖ്യാപനങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അതിനുള്ള ഒരു ഹോംവർക്ക് ചെയ്യുന്നുണ്ട് എന്നൊരു പ്രതീക്ഷയാണ് ഉണ്ടാവുന്നത്. നോക്കൂ ശ്രീ മാധു, അങ്ങ് പറയുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന അന്തരീക്ഷം വളരെ മോശമായിരുന്നു, ചില സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. ഞാൻ പറയട്ടെ
ശരി ശരി, ഞാൻ പറയുന്നത് മുഴുവനാക്കാൻ അങ്ങ് അനുവദിക്കും. അങ്ങ് പറയുന്നത് ഞാൻ കേട്ടല്ലോ. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെയല്ല. പക്ഷെ നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം വരെ പ്രഖ്യാപിച്ചത്, അല്ല നമ്മുടെ വ്യവസായ മന്ത്രിയായിട്ടുള്ള പി രാജീവ് കഴിഞ്ഞ ദിവസം പറഞ്ഞെന്താ, ഇത്രയും കാലത്തിനിടയ്ക്ക് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് എന്തോ റാങ്ക് ഒക്കെ നൽകി ആദരിച്ചിട്ടുണ്ടെന്നാ. ഈ ഇൻവെസ്റ്റേഴ്സ് മീറ്റുമായി ബന്ധപ്പെട്ട എല്ലാ മാധ്യമങ്ങളിലും എല്ലാ പത്രങ്ങളിലും പി രാജീവിന്റെ ലേഖനം കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ജന്മഭൂമിയിൽ വരെ ആ ലേഖനം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് എന്താണ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഇന്ത്യയിൽ ഒന്നാമത്തെ റാങ്ക് കേരളത്തിന് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ ലേഖനം തുടങ്ങുന്നത്. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഒരു നിക്ഷേപകൻ കേരളത്തിലേക്ക് നിക്ഷേപിക്കാൻ വേണ്ടി വരുമ്പോൾ അവർ നോക്കുന്ന കേരളത്തിന്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ ഏറ്റവും ആദ്യത്തേത് അവിടുത്തെ സർക്കാരിന്റെ വിശ്വാസ്യതയല്ലേ, ആ സർക്കാരിനെ നയിക്കുന്ന മന്ത്രിമാരുടെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന കാര്യമല്ലേ. ഇവിടെ പച്ചയ്ക്ക് ഒരു മന്ത്രി ഇരുന്നിട്ട് ഒരു വ്യവസായ സമ്മിറ്റിന്റെ ആമുഖമായിരുന്നു നുണ പറയാണ്. ബഹുമാനപ്പെട്ട കേന്ദ്ര ധനകാര്യമന്ത്രി തന്നെ പറഞ്ഞു, അങ്ങനെ ഒരു റാങ്കിങ്ങേ ഇന്ത്യയിലില്ല. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ പേരിൽ ഏതെങ്കിലും സംസ്ഥാനത്തിന് 1ാം റാങ്കോ 2ാം റാങ്കോ കൊടുക്കുന്ന ഒരു പ്രവണത എത്രയോ കാലമായിട്ട് നിർത്തലാക്കിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ പലതരത്തിലുള്ള ടോപ്പ് അച്ചീവേഴ്സ് ആസ്പിറൻസ് എന്നുള്ള രീതിയിൽ പട്ടികകൾ തിരിക്കാറുണ്ട്. അങ്ങനെയുള്ള ടോപ്പ് അച്ചീവേഴ്സ് ലിസ്റ്റിൽ 10 സംസ്ഥാനങ്ങൾ വന്നതിൽ ഒരു സംസ്ഥാനമാണ് കേരളം. അല്ലാണ്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 1ാമത്തെ റാങ്കിൽ കേരളം വന്നിട്ടേ ഇല്ല. ഇങ്ങനൊരു നിക്ഷേപക സംഗമത്തിന് മുന്നോടിയായിട്ട് നിക്ഷേപകരെ വിളിച്ചു വരുത്തുമ്പോൾ സംസ്ഥാനത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രി പച്ചയ്ക്ക് നുണ പറയുന്നു എന്ന് പറയുന്നത് ആ സംസ്ഥാനത്തിനെ സംബന്ധിച്ച് ഉണ്ടാക്കുന്ന പ്രതിച്ഛായ എന്താണ്? രണ്ടാമത്തെ കാര്യം, കേരളം ഈ കാര്യത്തിൽ നടത്തിയിട്ടുള്ള ഡാറ്റ മാനിപ്പുലേഷൻ. നിങ്ങൾക്കറിയാം, കേരളത്തിന്റെ ഒരു അഭിമാന പദ്ധതിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട കാര്യമായിരുന്നു. ഇല്ല, ഞാനൊന്ന് മുഴുവൻ പറഞ്ഞോട്ടെ, അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ കേട്ടല്ലോ. ഒരു അഭിമാന പദ്ധതിയായിരുന്നു 1 lakh ഇൻവെസ്റ്റേഴ്സ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. 1 ലക്ഷം പുതിയ സംരംഭകരെ ഞങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിച്ചു എന്ന് സർക്കാരിന്റെ അഭിമാന നേട്ടമായിട്ട് പറഞ്ഞു. എന്താണ് അവിടെ സംഭവിച്ചത് യഥാർത്ഥത്തിൽ? മനോരമ ന്യൂസ് നടത്തിയിട്ടുള്ള പഠനം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട്. അതായത് 2 ലക്ഷം ജോലികൾ സൃഷ്ടിക്കുന്നു എന്ന പേരിൽ ഡാറ്റ മാനിപ്പുലേഷനാണ് നടത്തിയത്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള സ്ഥാപനങ്ങൾ, 50 വർഷം പഴക്കമുള്ള ഹോമിയോപ്പതി ക്ലിനിക്ക്, 15 വർഷം പഴക്കമുള്ള ഹോട്ടൽ, ഇതെല്ലാം പുതിയ സംരംഭങ്ങളായിട്ട് എൻലിസ്റ്റ് ചെയ്യാണ് ചെയ്തത്. പുതിയ സംരംഭകരെ എൻലിസ്റ്റ് ചെയ്യാൻ വേണ്ടി 1153 തൊഴിലാളികളെ സർക്കാർ ഇന്റേൺ ആയിട്ട് ശമ്പളം കൊടുത്ത് അപ്പോയിന്റ് ചെയ്തു. എന്നിട്ട് 1.5 ലക്ഷം പുതിയ ഇൻവെസ്റ്റേഴ്സിനെ ചേർക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ടാർജറ്റ് കൊടുത്തു. ഓരോരുത്തർക്കും 150 പുതിയ ബിസിനസ് സ്ഥാപനങ്ങളെങ്കിലും ചേർക്കണമെന്ന് ടാർജറ്റ് കൊടുത്തു. ഇങ്ങനെ കൂലിക്ക് ആളെ വെച്ചിട്ട് വ്യാജമായിട്ട് നിലനിൽക്കുന്ന സ്ഥാപനങ്ങളെല്ലാം ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത്. സ്വാഭാവികമായും ഇങ്ങനെ ഒരു വലിയ ചൂടുവെപ്പ് കേരളം നടത്തുമ്പോൾ അതിനെ ക്രിട്ടിക്കലായി കാണുകയാണ്, അല്ലെങ്കിൽ അതിനോട് കൈചേർക്കുന്നതിനോടൊപ്പം തന്നെ വിമർശനവും ഉന്നയിക്കുന്നുണ്ട് പ്രതിപക്ഷം. ശ്രീ അരുൺകുമാർ, ശ്രീ കെ പി നൗഷാദിലെ അല്പസമയത്തിന് തന്നെ അത് അങ്ങേക്ക് വരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ അരുൺകുമാർ, ഇങ്ങനെ വ്യാജ ആരോപണങ്ങൾ സർക്കാരിന്റെ വിശ്വാസ്യത കെടുത്തും. ഇത്രയും വലിയൊരു ഇനീഷ്യേറ്റീവ് നടത്തുമ്പോൾ അതിന് ഏറ്റവും പ്രാഥമികമായി വേണ്ടത് വിശ്വാസ്യതയാണ്. എങ്കിലേ ഇവിടേക്ക് നിക്ഷേപം അടക്കം നടത്താൻ ആളുകൾക്ക് കഴിയുകയുള്ളൂ എന്നൊരു വിമർശനമാണ് ശ്രീ ശങ്കുട്ടിദാസ് മുന്നോട്ട് വെക്കുന്നത്. എന്താണ് അതിന് മറുപടി? ഇപ്പോ ഈ ലോകബാങ്ക് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് 2021 അവസാനിപ്പിച്ചു എന്നും, അതുപോലെ തന്നെ ഇപ്പൊ ഇന്നലെ ഏതൊരു മന്ത്രി ഒരു ഇന്റർവ്യൂ കൊടുത്തപ്പോൾ അതിൽ 2021 മുതൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആ തരത്തിലുള്ള കാൽക്കുലേഷൻ ഇല്ല എന്ന് പറഞ്ഞതായിട്ടുള്ള വാർത്ത വന്നു. പിന്നെ എങ്ങനെയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം നമ്മൾ 28ാം സ്ഥാനത്താണെന്ന് പറഞ്ഞ് ഇതേ BJPയുടെ നേതാക്കന്മാരും കോൺഗ്രസിന്റെ നേതാക്കന്മാരും അടക്കം നമ്മളെ ആക്ഷേപിച്ചത്? ഒരു വ്യവസായി ഇവിടുന്ന് ആന്ധ്രയിലെത്തോ നിക്ഷേപം നടത്താൻ പോയപ്പോ അദ്ദേഹം അടക്കം കോട്ട് ചെയ്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ റിപ്പോർട്ടാണ്. എന്നിട്ട് പറഞ്ഞു നമ്മൾ 28ാം സ്ഥാനത്താണ്. അത് 2023 ഇപ്പൊ 21 അത് അവസാനിപ്പിച്ചതാണെങ്കിൽ 2023 എങ്ങനെ നമ്മൾ 28ാം സ്ഥാനത്തെത്തും? ആ 28 നിന്നല്ലേ കഴിഞ്ഞ തവണ നമ്മൾ 15ാം സ്ഥാനത്തെത്തിയതും. ഈ തവണ ടോപ്പ് അച്ചീവേഴ്സ് ആയിട്ട് 9 മേഖലകളിൽ, മൊത്തം 25 മേഖലകളിലെ പരിശോധനയിൽ 9 എണ്ണത്തിലും ടോപ്പ് അച്ചീവേഴ്സ് ആയിട്ട് നമ്മൾ വന്നതും, 5 എണ്ണത്തിൽ മാത്രം ആന്ധ്ര ഗവൺമെന്റ് വന്നതും, 3 എണ്ണത്തിൽ ഗുജറാത്ത് ഗവൺമെന്റ് വന്നതും, ബാക്കി എല്ലാ ഗവൺമെന്റും 2-1 എന്നതിൽ നിന്നു. അപ്പൊ ഇല്ലാത്തതാണ്. അതായത് 2021 തന്നെ ഈ സംവിധാനം ഇല്ലെങ്കിൽ 23 നമ്മൾ 28ാം സ്ഥാനത്ത് എത്തുമ്പോൾ ഇതുണ്ട്. നമ്മൾ 1ാം സ്ഥാനത്ത് വരുമ്പോൾ ഇതില്ല. ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകും. ഇത് ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡു തന്നെ എന്റെ കയ്യിൽ ഇരുന്ന് തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന വീഡിയോ തന്നെ നമ്മൾ കണ്ടതല്ലേ, അവിടുത്തെ മീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം. ഇത് അനുകൂലമായിട്ടുള്ള സാഹചര്യം വന്നു, ഇത്ര നിക്ഷേപം വന്നു, അത് കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഇപ്പോ ദേശീയപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രഖ്യാപനം നടത്തി. ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ളപ്പോ BJPയുടെയും കോൺഗ്രസിന്റെയും പ്രതിനിധികൾ വന്ന് പറയുന്നത് ഇപ്പൊ ഇന്നലെ ശ്രീ VD സതീശൻ പറഞ്ഞതിന് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്താണ് കാരണം? അത് ആ നിക്ഷേപ സംഗമത്തിൽ പേരുണ്ടാക്കാനും ഇവിടെ ഐക്യമുണ്ടെന്ന് വരുത്താനും വേണ്ടിയിട്ടുള്ള ഇടപെടൽ. ബാക്കി പുറത്തു വരുമ്പോൾ ഞങ്ങൾ പഴയ രൂപത്തിൽ തന്നെയാണെന്ന് പറയുന്നു. ശ്രീ അരുൺകുമാർ, ഒറ്റ കാര്യം കൂടി ഞാൻ അങ്ങോട്ട് ചോദിച്ചതിന് ശേഷം ശ്രീ നൗഷാദ് അലിയിലേക്ക് പോകാം. ഇപ്പോ 2023 നമ്മുടെ സംസ്ഥാനം 28ാം, ക്ഷമിക്കണം, നമ്മുടെ സംസ്ഥാനം 18 തോന്നുന്നു അല്ലെ, 18ാം സ്ഥാനത്താണ് എന്ന ആരോപണം ഉന്നയിച്ചത് കൊണ്ട്
ഇപ്പോഴും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലെ റാങ്കിംഗ് നിലനിൽക്കുന്നുണ്ട് എന്നാണോ അങ്ങ് പറയുന്നത്, അതോ ഇപ്പോൾ നമ്മൾ ഒന്നാം സ്ഥാനത്ത് എത്തിയത് കൊണ്ട് കേന്ദ്രമന്ത്രി കള്ളം പറയുകയാണ് എന്നാണോ? ഇതിൽ കൃത്യമായി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ മാനദണ്ഡം, ആ മാനദണ്ഡങ്ങളിൽ ചില പരിഷ്കരണം വന്നു. ആ പരിഷ്കരണം 25 മേഖല തിരിച്ച് ആ മേഖലകളിൽ ഉണ്ടായിട്ടുള്ള അച്ചീവ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ചെറിയ മാറ്റം വന്നത്. അല്ലാതെ ഈ സംവിധാനം മൊത്തത്തിൽ മാറുകയല്ല ചെയ്തത്. നമ്മൾ ഒരിടത്തും ടോപ്പ് അച്ചീവേഴ്സ് ആയിട്ട് മുൻ വർഷങ്ങളിൽ വന്നിട്ടില്ല. ഗവൺമെന്റ് പരിഗണിച്ച 9 മേഖലകളിൽ ടോപ്പ് അച്ചീവേഴ്സ് ആയിട്ട് വരുമ്പോൾ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ആന്ധ്ര 5 ഇനങ്ങളിൽ മാത്രമാണ് ടോപ്പ് അച്ചീവേഴ്സ് ആയിട്ട് വന്നത്. ഏറ്റവും വ്യവസായ സൗഹൃദത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഒന്നാമത് തന്നെയാണ്. അത് തന്നെ സാധൂകരിക്കുന്ന റിപ്പോർട്ടുകളും തെളിവുകളുമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്നാമത്തെ കാര്യം ഒറ്റ കാര്യം ഇവിടെ ശ്രീ ശശി തരൂർ അടക്കം സൂചിപ്പിച്ചതുപോലെ വെറുതെ അവിടെന്നോ ഇവിടെന്നോ കിട്ടുന്ന കണക്കല്ല. 45 ലക്ഷം കമ്പനികളിൽ നിന്നുള്ള ഡേറ്റ വിശകലനം ചെയ്ത് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ കൃത്യമായി ആഗോളതലത്തിൽ വന്ന റിപ്പോർട്ടാണ്. ഇവിടെ കൃത്യമായി $170 കോടി ഇൻവെസ്റ്റ്മെന്റ് വന്നു ഈ അടുത്ത കാലത്ത്. അതുപോലെ 2 മിനിറ്റ് കൊണ്ട് ഇവിടെ ഒരു സംരംഭത്തിന് അനുമതി കിട്ടുന്ന സാഹചര്യം വന്നു. അത് അമേരിക്കയ്ക്കും സിംഗപ്പൂരിനും വരെ മുന്നിലാണെന്നുള്ളത് കൃത്യമായി ഡേറ്റ വെച്ചുകൊണ്ട് തന്നെ പറയുന്നത്, അല്ലാതെ വേറെ ആരെങ്കിലും കള്ളക്കണക്ക് വെച്ചുകൊണ്ടല്ലല്ലോ. അദ്ദേഹം പറഞ്ഞല്ലോ, ആരെന്തു പറഞ്ഞാലും എന്റെ മുന്നിൽ ഈ ഡേറ്റ ഉള്ളിടത്തോളം കാലം ഞാനിതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായില്ലേ. അപ്പൊ ഇവര് ആരോപണങ്ങളൊക്കെ നിർത്തി യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. ഇപ്പൊ ഇത്രയും വലിയ പ്രഖ്യാപനം കേന്ദ്രം നടത്തുമ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുകയല്ലേ ഇത് തരുമെന്ന്. ആ പ്രതീക്ഷിക്കുന്ന എന്താ, നമ്മൾ ഈ രാജ്യത്തിന്റെ വിശദമാക്കിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ ശങ്കുട്ടിദാസ്, അങ്ങനെ 28ാമത്തെ സ്ഥാനത്താണ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചെടുത്ത് 1ാം സ്ഥാനത്തേക്ക് വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ ഒരു റാങ്കിംഗ് ഇല്ലാതെ പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് പ്രതികാര ബുദ്ധിയോടെ പ്രവർത്തിക്കുന്നു എന്ന ആരോപണം പല സമയത്ത് സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. അത്തരമൊരു പ്രതികാരത്തിന്റെ പ്രകടനമാണോ കഴിഞ്ഞ ദിവസം ഉണ്ടായത്? നോക്കൂ ശ്രീമതി മാധു, ഇത് വളരെ വിചിത്രമായിട്ടുള്ളൊരു വാദമാണ്. അതായത് ഇല്ലാത്തൊരു റാങ്കിങ്ങിൽ നമ്മൾ ഒന്നാമതാണെന്ന് അവർ തെറ്റായിട്ടുള്ളൊരു വാദം ഉന്നയിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു റാങ്കിങ് ഇല്ല എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് എന്താ, പണ്ട് നമ്മൾ മോശമായിരുന്ന സമയത്ത് നിങ്ങൾ ആ മോശം റാങ്കിങ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പം ഞങ്ങൾ ഇല്ലാത്തൊരു റാങ്കിങ് പറയുന്നതാണോ നിങ്ങളുടെ കുഴപ്പമെന്നാ. ഇത് രണ്ടാളുടെ ആരോപണമൊക്കെ മാറ്റി വെച്ചേക്കും. നമ്മുടെ മുമ്പിൽ വസ്തുതയുണ്ടല്ലോ. ഇത് 2024 സെപ്റ്റംബർ മാസത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ബഹുമാനപ്പെട്ട സെക്രട്ടറി തന്നിട്ടുള്ള RTA റിപ്ലൈ ആണ്. ഒരൊറ്റ മിനിറ്റ് എന്നാൽ ഞാനത് വായിക്കാം. ഒന്ന്, റാങ്ക് ഒബ്റ്റൈൻഡ് ബൈ കേരള സ്റ്റേറ്റ് ഇൻ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻ ദ last 5 years, which state got first, second and third place in EODB rank in the latest available EODB rankings? Uttaram, since DPIT does not release ease of doing business ranking of states and union territories, therefore no state or union territory is ranked as first, second and third. Yours faithfully, Bhunesh Pratap Singh, Deputy Secretary to Government of India. അതായത് ഇങ്ങനെ ഒരു റാങ്കിങ്ങേ ഇല്ലെന്നും റാങ്കിങ് ഇല്ലാത്തത് കൊണ്ട് 1ാം സ്ഥാനം 2ാം സ്ഥാനം 3ാം സ്ഥാനം തുടങ്ങിയിട്ടുള്ള പദവികളില്ലെന്നും കേന്ദ്ര സർക്കാരിൽ സമർപ്പിച്ചിട്ടുള്ള വിവരാവകാശ പ്രകാരം കൊടുത്തിട്ടുള്ള ചോദ്യത്തിന് കിട്ടിയിട്ടുള്ള RTA റിപ്ലൈ ആണ്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മന്ത്രി P. രാജീവ് ഇത് വിശദീകരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ അല്ല, ഈ BRIP-യിലാണ്. BRIP എന്ന് പറയുമ്പോൾ അത് റിഫോമുമായി ബന്ധപ്പെട്ടതാണ്, അതിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതാണ് എന്ന് മന്ത്രി തന്നെ നിയമസഭയിൽ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ഈ വിവരം, ഇങ്ങനെ ഒരു പ്രതികരണം വന്ന സമയത്ത് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും എല്ലാം ആ വിശദീകരണമാണ് നൽകുന്നത്. നോക്കൂ, ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ജന്മഭൂമി പത്രത്തിൽ എഴുതിയിട്ടുള്ള ലേഖനമാണ്. ഈ ലേഖനത്തിൽ ആദ്യത്തെ വാചകം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ കേരള സംസ്ഥാനം 1ാം സ്ഥാനത്ത് വന്നു എന്നാണ്. ഇത് എല്ലാ മാധ്യമങ്ങളിലും, മാതൃഭൂമിയിലും മനോരമയിലും ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളിലും ഈ നിക്ഷേപക സംഗമവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി കൊടുത്തിട്ടുള്ള ലേഖനമാണ്. ഈ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാദം ഉന്നയിക്കുകയും അതിൻ്റെ കള്ളത്തരം പുറത്തു വരുന്ന സമയത്ത് ഞങ്ങൾ ഉദ്ദേശിച്ചത് അതല്ല മറ്റൊന്നാണെന്ന് പറയുകയും ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോൾ എന്താണ് ഈ പറയുന്ന മറ്റൊരു മാനദണ്ഡ പ്രകാരമാണ് ഇവർക്ക് ബഹുമതി കിട്ടിയെന്ന്. പീയൂഷ് ഗോയൽ ധനകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ ഇദ്ദേഹത്തെ ആദരിക്കുന്ന അതേ സെഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർക്കും അതേ പുരസ്കാരം കൊടുക്കുന്നതായി കാണാൻ സാധിക്കും. 10 സംസ്ഥാനങ്ങൾക്ക് സമാനമായിട്ടുള്ള പുരസ്കാരം കിട്ടിയതായി കാണാൻ സാധിക്കും. ഇത് എന്താണ്, ഒരു എൻകറേജ്മെന്റ് ആണ്. മോശപ്പെട്ട പാരാമീറ്റേഴ്സിൽ നിന്നിരുന്ന സംസ്ഥാനങ്ങൾ മെച്ചപ്പെട്ട പാരാമീറ്റേഴ്സിലേക്ക് വരാൻ വേണ്ടി കൊടുക്കുന്ന ഒരു എൻകറേജ്മെന്റ് ആണ്. ഇത് ഞങ്ങൾക്ക് 1ാം സ്ഥാനം കിട്ടി എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? രണ്ടാമത്തെ കാര്യം, ഇവർ ചെയ്തിട്ടുള്ള ഡാറ്റാ മാനിപ്പുലേഷൻ എന്താണെന്നറിയോ? കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പോർട്ടൽ ഉണ്ട്, ഉദയം പോർട്ടൽ എന്ന് പറയുന്നത്. ഉദയം പോർട്ടൽ എന്ന് പറയുന്നത് MSME-യുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അവർക്ക് ലോണുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാനും മറ്റും വേണ്ടിയിട്ടുള്ള പോർട്ടലാണ്. ഈ പോർട്ടലിൽ നിന്ന് അപേക്ഷകരുടെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഈ ആളുകളുടെ പേരുകൾ വെച്ചുകൊണ്ട് ഇത് നിക്ഷേപകരാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ 1 lakh ഇൻവെസ്റ്റേഴ്സ് ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ട് സംഭവം പുറത്തിറക്കി. അതിനുവേണ്ടി ഞാൻ പറഞ്ഞില്ല 1153 ഇന്റേൺസിനെ വെച്ചുകൊണ്ട്
വെച്ചുകൊണ്ട് 1.5 ലക്ഷം ആൾക്കാരുടെ ഫേക്ക് ഡാറ്റ വെച്ചുകൊണ്ട് ഒരു സംസ്ഥാന സർക്കാർ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. ഇത് കാണുന്ന നിക്ഷേപകർ ഈ സംസ്ഥാനത്തെ പറ്റി എന്താണ് ധരിക്കേണ്ടത്? ഈ അരുൺകുമാർ പറയുന്ന 1.5 ലക്ഷം കോടിയുടെ നിക്ഷേപം ഉണ്ടായിരിക്കുന്നത്, നിക്ഷേപ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് ശ്രീ ശങ്കുട്ടിദാസ്? ശ്രീമതി മാധു, അതിലൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പറയുന്ന ഇന്നത്തെ 1.5 ലക്ഷം കോടി എന്ന് പറയുന്നത് നിക്ഷേപമല്ല, അത് ഇൻവെസ്റ്റ്മെന്റ് കമ്മിറ്റ്മെന്റ് ആണ്. അതായത് നിക്ഷേപക സന്നദ്ധതയാണ് പറയുന്നത്. ഈ കണക്കിൽ നോക്കുകയാണെങ്കിൽ 2020 ഓഗസ്റ്റ് മാസത്തിൽ നമുക്ക് 1 ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് വരണമായിരുന്നു, വന്നിട്ടില്ലല്ലോ. അതായത് ഈ പറയുന്ന സമ്മിറ്റിൽ പങ്കെടുക്കുന്ന ആളുകൾ ചില പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിക്ഷേപം നടത്താനുള്ള സന്നദ്ധത അറിയിക്കുകയാണ്. അതിന്റെ ബാക്കിയുള്ള എല്ലാ പ്രോഗ്രസും അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയതിനു ശേഷമാണ് ഇത് ആക്ച്വലൈസ് ചെയ്യുക. ഈ 1 ലക്ഷം താല്പര്യപത്രങ്ങൾ മാത്രമേ ഉണ്ടാകുള്ളൂ, സർക്കാർ തന്നെ പറയുന്നതാണ്. ഇത് പുതിയ വിവരമല്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ 2020 നിക്ഷേപക സംഗമത്തെ തുടർന്ന് അസൻ കേരളയെ തുടർന്ന് പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതിയിൽ ആക്ച്വലൈസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എത്രയാണെന്നറിയോ? 2018-19 പ്രഖ്യാപിച്ചത് 6,931 കോടി. 2022-23 ആക്ച്വലൈസ്ഡ് പ്രോജക്ട് 397 കോടി രൂപ. എത്രയെടുത്ത് തമ്മിലുള്ള വ്യത്യാസം? അതായത് വെറുതെ ഞങ്ങൾ എന്തോ കാര്യം ചെയ്യുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വ്യാജമായിട്ടുള്ള കുറെ സംഖ്യകൾ പെരുപ്പിച്ച് പറയുന്നല്ലാതെ എന്ത് പുരോഗമനപരമായിട്ടുള്ള മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്? ശരി ശരി, ശ്രീ അരുൺകുമാർ, അങ്ങ് ചുരുക്കം വാക്കുകളാണെങ്കിൽ പറയണം, എനിക്ക് നൗഷാദിലേക്ക് പോകണം. ഈ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിനോട് ചോദിച്ച ചോദ്യം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പൊ പറഞ്ഞു 5 വർഷം മുമ്പേ നിർത്തി. തുടർച്ചയായിട്ട് അദ്ദേഹം പറയുന്നു ഇപ്പോൾ BRAP അഥവാ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ റാങ്കിങ് ആണ്. ആ BRAP റാങ്കിങ്ങിൽ കേരളമാണ് 1ാം സ്ഥാനം. അപ്പൊ രണ്ടാമത് പറയുന്ന വാചകത്തിന് പ്രാധാന്യമില്ല, ആദ്യം പറഞ്ഞ വാചകത്തിന് പ്രാധാന്യം. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് 50,000 കോടി രൂപയുടെ നിക്ഷേപം ഇപ്പൊ തരാൻ പോകുന്നു, പല ഘട്ടത്തിൽ പല മേഖലയിലായിട്ട് തരാൻ പോകുന്നു. അത് തരുന്നു, അത് വിശ്വസിക്കാം. എന്നാൽ 1.5 ലക്ഷം കോടി രൂപയുടെ 354 കമ്പനികൾ തന്നിരിക്കുന്ന കമ്മിറ്റ്മെന്റ്, അത് കമ്മിറ്റ്മെന്റ് അല്ലേ ഉള്ളൂ, വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ്. ഇത്തരത്തിൽ നിലവാരമില്ലാത്ത വർത്താനം കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതീതി വന്ന് പറയുന്നല്ലോ എന്ന് വിചാരിക്കുമ്പോഴുള്ള സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന ഒരു വിഷമമുണ്ടല്ലോ. കേന്ദ്രം പറഞ്ഞിരിക്കുന്ന ഈ പറയുന്ന 3 ലക്ഷം കോടിയുടെ അടക്കം പ്രഖ്യാപനവും അതൊരു സന്നദ്ധത മാത്രമാണോ എന്നാണ് അരുൺകുമാർ ചോദിക്കുന്നത്. ഞാൻ നിങ്ങളിലേക്ക് രണ്ടുപേരിലേക്ക് വരാം. ആദ്യഘട്ടത്തിൽ ശ്രീ നൗഷാദിലേക്ക് പോയേയില്ല, സാങ്കേതിക പ്രശ്നമുണ്ടായിരുന്നു. ശ്രീ നൗഷാദ് അലി എന്നോട് ക്ഷമിക്കുകയും വേണം. ശ്രീ നൗഷാദ് അലി, പ്രതിപക്ഷം അകമഴിഞ്ഞ പിന്തുണ കൊടുക്കുന്നു എന്നുള്ള വിശ്വാസത്തിൽ നിന്നാണ് ഒരു ഐക്യപ്പെട്ടുള്ള മുന്നോട്ട് പോക്ക് എന്ന വ്യവസായ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു ഐക്യപ്പെടൽ, വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഈ മുന്നോട്ട് പോക്കിൽ ഉണ്ടാകുമോ? മാധു, ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് കേരളത്തിൽ പ്രതിപക്ഷത്തായിരുന്ന എല്ലാ കാലത്തും ഞങ്ങൾ എടുത്തു പോകുന്നൊരു നിലപാടുണ്ട്. ആ നിലപാട് ഞങ്ങൾ വീണ്ടും ഊട്ടിയുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഇതിനെ കണ്ടാൽ മതി. കാരണം ഞങ്ങളൊരു കാലത്തും പ്രതിലോമകരമായിട്ട് കേരളത്തിൽ പെരുമാറിയിട്ടില്ല. നിങ്ങൾ ഈ കേരളത്തിലെ CPM-ന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണല്ലോ ഈ ഭൂപരിഷ്കരണ നിയമം. ഭൂപരിഷ്കരണ നിയമം 1957-59 കാലത്ത് EMS സർക്കാരാണ് ആശയം കൊണ്ടുവന്നതെങ്കിലും കേരള നിയമസഭയിൽ അത് ആദ്യമായിട്ട് പാസ്സാക്കിയത് 1963-ലാണ്. അന്ന് ഇവിടെ R. ശങ്കറാണ് മുഖ്യമന്ത്രി. അത് കഴിഞ്ഞ് 1970-ലെ കോൺഗ്രസ് പിന്തുണയോടെ ഭരിച്ച C. അച്യുതമേനോന്റെ കാലത്താണ് അത് ഇവിടെ നടപ്പിലാക്കിയത്. അപ്പോൾ ഇത്തരത്തിൽ നല്ല കാര്യങ്ങൾ ചേർത്ത് പിടിക്കാനും സംസ്ഥാനത്തിൻ്റെ പൊതുനന്മക്ക് അതിനെ ഉപയോഗിക്കാനും അതിനുവേണ്ടി നിൽക്കാനും ഒന്നും ഒരു കാലത്തും മടികാട്ടാത്ത ഒരു രാഷ്ട്രീയമാണ് ഞങ്ങളുടേത്. എന്നാൽ CPM അത്തരത്തിലല്ല ഒരു കാലത്തും പെരുമാറിയിരുന്നത്. പക്ഷേ 2011-16 മാത്രം എടുത്താൽ ഈ പറഞ്ഞ വ്യവസായ മന്ത്രിയാണ് ഗെയിലിനെതിരെ ഡൽഹി പോയി സമരം ചെയ്തത്. ഇവർ ദേശീയപാതക്കെതിരായിട്ടുള്ള സമരത്തിന് ഇന്ധനം നൽകിയവരായിരുന്നു, ഇവർ സ്മാർട്ട് സിറ്റിക്കെതിരായിരുന്നു, ഇവർ കണ്ണൂർ വിമാനത്താവളത്തിനെതിരായിരുന്നു, ഇവർ വിഴിഞ്ഞം പദ്ധതിക്കെതിരായിരുന്നു, ഇവരെ മെട്രോകൾക്കെതിരായിരുന്നു, മോണോ റെയിലുകൾക്കെതിരായിരുന്നു. എല്ലാത്തിനും എതിരാവുന്ന ഒരു സമീപനം CPM സ്വീകരിച്ചു പോകുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സുഗമമായ മുന്നോട്ട് പോക്കിനെ ബാധിച്ചിട്ടുണ്ട്. എന്നാൽ ഞങ്ങളുടെ സമീപനം അത്തരത്തിലല്ല. CPM അല്ല, കോൺഗ്രസ് അല്ല എന്നൊരു ഭേദമില്ലാതെ ഈ സംസ്ഥാനത്തിൻ്റെ നന്മക്ക് പൊതുവായിട്ട് ഉതകുന്ന കാര്യങ്ങളോട് എല്ലാ കാലത്തും പ്രകടിപ്പിച്ചു പോകുന്ന അനുകൂല സമീപനം ഇപ്പോഴും കൂടുതൽ വ്യക്തതയോടുകൂടി നമ്മൾ തുടരുന്നു എന്ന് മാത്രമാണ്. അത്തരത്തിലൊരു വികസന വ്യവസായ കാഴ്ചപ്പാടും സംസ്കാരവും കേരളത്തിൽ ഉരുത്തിരിയുമ്പോൾ നമുക്ക് അപ്രാപ്യമായ പല ലക്ഷ്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു വസ്തുത. രണ്ടാമതായിട്ട് ഇവിടെ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ചില സത്യസന്ധത വേണം. ഞാൻ ഓർത്തു പോവുകയാണ് 2020 1-ാം പിണറായി വിജയൻ സർക്കാർ
അവസാനിക്കാൻ ഇതേപോലെ ഒരു വർഷത്തെ ചില്ലാനം ബാക്കിയുള്ള കാലത്ത് ഇവർ നടത്തിയ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ അന്ന് 1 ലക്ഷം കോടിയുടെ നിക്ഷേപം കിട്ടിയതായിട്ട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതിൽ 5000 കോടി മുഖ്യമന്ത്രിയുടെ വകുപ്പായ ഷിപ്പിംഗ് ആൻഡ് നാവിഗേഷൻ ലാൻഡിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒപ്പിട്ട ആ ഒരു 5000 കോടിയുടെ കരാറിൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ആ കമ്പനി ഉടമ അല്ലെങ്കിൽ ആ കോർപ്പറേറ്റ് എന്ന് അന്ന് വിശേഷിപ്പിച്ചിരുന്ന ആൾ പിൽക്കാലത്ത് ഇവിടെ റിമാൻഡിൽ 1.5 മാസം കിടന്ന് കുണ്ടറയിലൊക്കെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടൊക്കെ മത്സരിച്ച് അവിടെ ഒരു കൃത്രിമമായ ഒരു ബോംബ് ആക്രമണ നാടകമൊക്കെ ഉണ്ടാക്കിയിട്ട് അദ്ദേഹം ജയിലിൽ പോയ ആളാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെയാണ് ഇവർ ഈ തട്ടിക്കൂട്ടി പിടച്ചു വിടുന്ന കാര്യങ്ങളുടെയൊക്കെ പശ്ചാത്തലമുള്ളത്. അതുകൊണ്ട് മാധു, തീർച്ചയായിട്ടും നമുക്ക് വളരെ ന്യായമായും സുതാര്യമായും സത്യസന്ധമായും ഒക്കെ ഒരു സമീപനവുമായിട്ട് CPM-ഉം മുഖ്യമന്ത്രിയും P. രാജീവും ഒക്കെ മുന്നോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനൊരു പിന്തുണയുണ്ടാകും. അത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് പൊളിറ്റിക്സിന്റെ വക്താക്കളായി മുന്നോട്ട് പോകാനാണ് മാധു കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്, UDF ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ ഘടകകക്ഷി നേതാക്കൾ അടക്കമുള്ള ആളുകൾ ഉടനീളം ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഞങ്ങൾ സാഹൂതം അത് ശ്രദ്ധിക്കുകയാണ്. ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്തും. അതിനകത്ത് CPM-ന്റെ അവരുടെ വ്യക്തിഗത താല്പര്യങ്ങളും മുഖ്യമന്ത്രിയുടെ കുടുംബമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു കേട്ട പല ആരോപണങ്ങൾക്കും ആനുപാതികമായ വിഷയങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും എതിർക്കേണ്ടി വരും. അല്ലാതെ സതുദ്ദേശപരമായൊരു നീക്കത്തെ പിന്തുണക്കുന്ന സമീപനമാണ് ഞങ്ങൾ സ്വീകരിച്ചത്. അത് ഞങ്ങളുടെ പാരമ്പര്യമായിട്ട് ഞങ്ങൾ സ്വീകരിച്ചു പോരുന്ന നിലപാടുകളുടെ ഒരു തുടർച്ച തന്നെയാണ്. അത്തരത്തിലൊരു സമീപനവുമായിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനം, വിശ്വാസകരമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാകും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രതിനിധി കൂടി വ്യക്തമാക്കുന്നത്. ശ്രീ അരുൺകുമാർ, ഇപ്പോ സംസ്ഥാന സർക്കാരിന്റെ സമീപനം കൃത്യമായി മാറുകയാണെങ്കിൽ, അത് വിശ്വസിക്കത്തക്ക തരത്തിലുള്ള മാറ്റമാണ് ഉണ്ടാവുന്നതെങ്കിൽ കൃത്യമായ പിന്തുണ നൽകും എന്നുള്ളതാണ് BJP-യുടെ പ്രതിനിധിയും CPM-ന്റെ പ്രതിനിധിയും കോൺഗ്രസിന്റെ പ്രതിനിധിയും പറയുന്നത്. ഇതിപ്പോൾ ഹൈബി ഈഡൻ ഫേസ്ബുക്കിൽ പങ്കുവെച്ച ഒരു പോസ്റ്റ് അങ്ങ് കൂടി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരിക്കും. അതായത് ഈ ഗ്രാൻഡ് ഹയാത്ത് കൊച്ചി, അവിടെ വെച്ചാണ് ഇത് നടക്കുന്നത്. അതിനെതിരെ വലിയ തോതിലുള്ള പ്രൊട്ടസ്റ്റ് നടത്തിയ ഒരു സംവിധാനമാണ് CPM-ന്റേത്. അത് മറന്നുകൊണ്ട് അവിടേക്ക് വരാനുള്ള സന്നദ്ധത കാണിച്ചത് അത് പ്രധാനമാണ് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ശ്രീ ശങ്കുട്ടിദാസ് പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട് തുടക്കത്തിലെ തന്നെ വിശ്വാസയോഗ്യമല്ലാത്ത ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത്. ഐക്യത്തോടെ മുന്നോട്ട് പോകണമെങ്കിൽ വിശ്വാസത്തിലെടുക്കുക എന്നത് പ്രധാനമാണല്ലോ. അതാണ് തുടക്കത്തിലെ അങ്ങോട്ട് ചോദിച്ചത്. ആ വിശ്വാസത്തിലെടുക്കൽ, ആളുകളെ ബോധിപ്പിക്കൽ, പാർട്ടികളെ ഒന്നിച്ചു നിർത്തൽ, ഈ സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്ന്? വിശ്വാസത്തിലെടുക്കാൻ അല്ലെങ്കിൽ ആളുകളെ ബോധ്യപ്പെടുത്താനുള്ള നടപടിക്രമങ്ങൾ വളരെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഗവൺമെന്റ് ആരംഭിച്ചതാണ്. ഇപ്പോ ശശി തരൂർ തന്നെ എഴുതിയ ലേഖനം, ആ ലേഖനത്തിൽ ഡേറ്റ വെച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ കാര്യങ്ങൾ, ആ പറഞ്ഞ കാര്യങ്ങളെ തള്ളി പറഞ്ഞുകൊണ്ട് ഏറ്റവും ആദ്യം രംഗത്ത് വന്ന് കോൺഗ്രസ് തന്നെയാണ്. നമുക്കറിയാലോ എത്ര ആക്ഷേപകരമായിട്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. അതിനുശേഷം ഇപ്പൊ ഓരോ പത്രസമ്മേളനങ്ങളിലും ഈ കേരളത്തിലെ നിലവിലെ സാഹചര്യം, അതുപോലെ തന്നെ നിയമത്തിലുണ്ടാക്കിയിട്ടുള്ള മാറ്റം, അതുപോലെ MSME-യുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ, ഇപ്പൊ കോൺഗ്രസിന്റെയും BJP-യുടെയും പ്രതിനിധികൾ ആവർത്തിക്കുന്നത് എന്താ? പറയുന്നതെല്ലാം തെറ്റായിരുന്നു, നുണയായിരുന്നു, വിശ്വാസയോഗ്യതയില്ല. അവരുടെ വെബ്സൈറ്റ് എടുത്ത് പരിശോധിച്ചാൽ, ഗവൺമെന്റിന്റെ വെബ്സൈറ്റ് സ്വന്തം മൊബൈലിൽ ഓണാക്കി നോക്കിയാൽ എവിടെയൊക്കെയാണ് വികസന പ്രവർത്തനം വന്നത്, എത്രയാണ് മുതൽ മുടക്ക്, ആരാണ്, എന്താണ്, എല്ലാ ഡീറ്റെയിൽസും അറിയാമല്ലോ. അപ്പൊ ഇത്തരത്തിൽ വളരെ സുതാര്യമായി, പ്രത്യേകിച്ച് നിരവധി നിയമങ്ങളിൽ മാറ്റം വരുത്തി, ആ കാലഹരണപ്പെട്ട നിയമങ്ങളൊക്കെ മാറ്റി, അതുപോലെ നിക്ഷേപം ഇറക്കാൻ തയ്യാറായി വരുന്നവർക്ക് അനുകൂലമായ സാഹചര്യം, ഇവയെല്ലാം ഒരുക്കി മുന്നോട്ട് പോകുകയാണ്. ഇത് കൃത്യമായി ഗവൺമെന്റ് അങ്ങനെ തന്നെ പോകും. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വൻ വികസന അജണ്ട തന്നെയാണ് കേരളത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്ര സുതാര്യമായിട്ട് നമ്മൾ നടത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള ആക്ഷേപകരമായിട്ടുള്ള കാര്യം. ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി എന്താ പറഞ്ഞേ? ഗെയിൽ പൈപ്പ് ലൈൻ എതിർത്തില്ലേ, മെട്രോ എതിർത്തില്ലേ? അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം നമ്മുടെ വ്യവസായ മന്ത്രി തന്നെ വീഡിയോ വരെ കാണിച്ചില്ലേ? സാക്ഷാൽ മെട്രോമാൻ പറയുകയാണ്. ഏതാ പറഞ്ഞ P. രാജീവ് ഇല്ലായിരുന്നുവെങ്കിൽ, അന്ന് ആ മനുഷ്യച്ചങ്ങല ഇല്ലായിരുന്നുവെങ്കിൽ, പാർലമെന്റിൽ നടത്തിയ ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ സാക്ഷാൽ മെട്രോമാനും ഡൽഹി മെയിൽ മെട്രോ കോർപ്പറേഷനും ഈ പദ്ധതി കിട്ടുമായിരുന്നില്ല എന്നതടക്കം പറയുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടു. അപ്പൊ ആ ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ ഉള്ളപ്പോഴും
നുണ പ്രചരിപ്പിക്കാനും അതുപോലെ തന്നെ ആക്ഷേപം പ്രചരിപ്പിക്കാനും എല്ലാമുള്ള നടപടികൾ തുടരുകയാണ്. അതുകൊണ്ട് എത്ര ആക്ഷേപം ഇവർ തുടർന്നാലും നുണ പ്രചരിപ്പിച്ചാലും ഗവൺമെന്റ് വാക്കുപാലിച്ച് മുന്നോട്ട് പോകും. ഈ നിക്ഷേപ സംഗമത്തിൽ പറഞ്ഞ നിക്ഷേപം മുന്നോട്ട് വന്നിരിക്കുന്ന പ്രഖ്യാപനം അത് നടപ്പാക്കാനുള്ള എല്ലാ സാഹചര്യം ഒരുക്കും. രാഷ്ട്രീയ സാഹചര്യം, സാമൂഹ്യ സാഹചര്യം, അതുപോലെ തന്നെ സാമ്പത്തിക സാഹചര്യം ഒരുക്കും. ഇത്തരത്തിൽ ആർക്കെങ്കിലും ഇനിയും മനസ്സിലാകാത്ത സാഹചര്യം ഉണ്ടോ അവ വിശദീകരിച്ചു കൊടുക്കും. ഏതായാലും ഒരു വ്യവസായ സൗഹൃദ അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള അനുഭാവപൂർവ്വമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും ഗവൺമെന്റ് സ്വീകരിക്കുക. 2020 അസൻ കേരള നടക്കുന്ന സമയത്ത് 98,000 കോടി രൂപയുടെ നിക്ഷേപം എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഇത്രയും അവിശ്വാസ പ്രഖ്യാപനവും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷവും BJPയും എല്ലാം മുന്നോട്ട് വെച്ച സ്ഥിതിക്ക് നമ്മുടെ വ്യവസായ മന്ത്രിക്ക് ഇത് വിശദീകരിക്കാൻ കഴിയുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ഈ അസൻ കേരളയുമായി ബന്ധപ്പെട്ട് അന്ന് നടത്തിയ പ്രഖ്യാപനങ്ങൾ അതിൽ എത്രത്തോളം ഫലപ്രദമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, നിക്ഷേപം എന്ന നിലയ്ക്ക് സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇപ്പോൾ ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക സമ്മിറ്റുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന നിക്ഷേപ സാധ്യതകൾ, താല്പര്യം എത്രത്തോളമാണ്, അതിനുവേണ്ടി കേരളം എന്തൊക്കെ ചെയ്യും തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാക്കി മുന്നോട്ട് പോകാൻ കഴിയുമോ? പൂർണ്ണമായിട്ടും ഇപ്പോ കേന്ദ്രവും കേരളവും കോൺഗ്രസ് ഭരിച്ചപ്പോ സാക്ഷാൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി ശ്രീ AK ആന്റണി കേരളത്തിൽ വന്ന് പ്രസംഗിച്ചല്ലോ. പല പദ്ധതികളും മറ്റ് സംവിധാനമൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ട് എനിക്ക് കേരളത്തിൽ നിന്ന് പിന്തുണ കിട്ടിയില്ല എന്ന് പറഞ്ഞു. കേരളത്തിൽ പിന്തുണ കൊടുക്കേണ്ടത് ആരായിരുന്നു? സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടി അടക്കം വ്യവസായ മന്ത്രി ആയിരുന്ന വകുപ്പ് മന്ത്രിമാരല്ലേ കൊടുക്കേണ്ടിയിരുന്നത്. ഒരു പിന്തുണയും കിട്ടിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞ വാചകം വരെ ഉണ്ട്. പക്ഷേ കഴിഞ്ഞ 9 കൊല്ലമായി കേരളത്തിൽ വന്നിരിക്കുന്ന മാറ്റം അത് പശ്ചാത്തല വികസന രംഗത്തും വന്നിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ഇപ്പൊ പ്രഖ്യാപിച്ച് അത്രയും വന്നിട്ടുണ്ടാവില്ല. അപ്പൊ അതിന്റെ ഒരു ഡേറ്റ വേണമെങ്കിൽ ഞാനത് ശേഖരിച്ച് തരാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല ശുഭാപ്തി വിശ്വാസത്തോടെയുള്ള ഇടപെടലാണ് ഈ മേഖലയിൽ നടക്കുന്നത്. അത് കണ്ടില്ലെന്ന് നടിക്കരുത്. അതിന്റെ സാഹചര്യം ഒരുക്കാൻ വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നത്. അത് പലർക്കും ബോധ്യപ്പെട്ട് വരുന്ന സാഹചര്യമേ ഉള്ളൂ. ഇപ്പൊ നിയമ പരിഷ്കാരം, 15 ഏക്കർ സ്ഥലം കൈവശം വയ്ക്കാവൂ. ഒരു വലിയ വ്യവസായ സംരംഭം തുടങ്ങണമെങ്കിൽ അതിൽ കൂടുതൽ സ്ഥലം വേണം. അപ്പൊ പല നിയമവും നമ്മൾ മാറ്റം വരുത്തി. അതുപോലെ MSMEയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ തന്നെ റൂളുകൾ ഉണ്ടാക്കി, അതിനുള്ള സംവിധാനം ഉണ്ടാക്കി. ഇപ്പൊ പറഞ്ഞല്ലോ 2 മിനിറ്റ് മതി ഈ കേരളത്തിൽ ഒരു നിക്ഷേപം തുടങ്ങാൻ. കൃത്യമായി വിപ്രോന്റെ MD പറഞ്ഞു, ഇത് ശരിയാണ്, എനിക്ക് 1.25 മിനിറ്റേ വേണ്ടി വന്നുള്ളൂ. ഞാനൊരു അപേക്ഷ അപ്ലോഡ് ചെയ്ത് നിമിഷങ്ങൾക്കകം എനിക്ക് അതിന്റെ കൺസെന്റ് കിട്ടി, അതിന്റെ അനുവാദം കിട്ടി. 3 കൊല്ലത്തിനുള്ളിൽ എനിക്ക് സ്റ്റാറ്റ്യൂട്ടറി ലൈസൻസ് ഹാജരാക്കിയാൽ മതി എന്ന് വിപ്രോന്റെ MD ആണ് പറഞ്ഞത്. അങ്ങനെ യൂസഫ് അലിയും അതുപോലെ തന്നെ കല്യാൺ ജ്വല്ലേഴ്സിന്റെ ഉടമയും എത്രയോ ആളുകൾ പറഞ്ഞു. ഇതൊക്കെ ഓരോരുത്തരും ബോധ്യപ്പെട്ട് വരുമ്പോൾ പ്രതിപക്ഷത്തിന് സംസാരിക്കുന്നത് കേരളത്തിന് ഗുണകരമാകും എന്നുള്ളതാണ് സർക്കാരിന്റെ വിശ്വാസം. സ്വാഭാവികമായും അത് പ്രതീക്ഷയാകുന്ന ഒരു കാര്യമാണ്. അടുത്ത ശങ്കുട്ടിദാസ്, ഇപ്പോ ഇവരൊക്കെ ഈ പ്രഖ്യാപനം നടത്തുന്നത് സർക്കാരിന്റെ എഫോർട്ട് കണ്ടിട്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു എഫോർട്ട് അവിടെ മുന്നോട്ട് വെക്കുമ്പോൾ അതിനെ കാണേണ്ടതല്ലേ, അതിന് പിന്തുണ നൽകേണ്ടതല്ലേ എന്നുള്ളതാണ് ചോദ്യം. ഇനി ഇതിൽ ചില കാര്യങ്ങൾ ഇതിന്റെ പശ്ചാത്തല സൗകര്യവുമായി ബന്ധപ്പെട്ടുകൂടി നടക്കുന്നുണ്ട്. അതിലൊന്ന്, ഇപ്പൊ വ്യവസായങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണ് എങ്കിൽ സാധാരണഗതിയിൽ പ്രാഥമിക അനുമതി നൽകിയതിന് ശേഷമാണ് അത് മുന്നോട്ട് പോകാൻ കഴിയുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നൊരു പ്രഖ്യാപനം എന്ന് പറയുന്നത് പ്രാഥമിക അനുമതിക്ക് പകരം രജിസ്ട്രേഷൻ മതി. ഇനി പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു അനുമതി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടെങ്കിൽ അത് നേരിട്ട് സർക്കാരിലേക്ക് ഒരു അപേക്ഷ വരുന്ന സമയത്ത് അത് ക്ലിയർ ചെയ്തു പോകും. അങ്ങനെ ഒരു അനുമതിയും നിഷേധിക്കുന്ന സമീപനം ഉണ്ടാകില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. ഇതിന് 2 തരത്തിൽ കാണാം. ഒന്ന്, സർക്കാർ വ്യവസായികൾക്ക് അനുകൂലമായി വ്യവസായം ആകർഷിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു സമീപനം. രണ്ടാമത്തേത്, ഇത്തരത്തിൽ വ്യവസായവുമായി ബന്ധപ്പെട്ട നടപടികൾ ഒരു കമ്പനി, അത് സ്വാഭാവികമായും ഒരു കമ്പനി ഒരു താല്പര്യം മുന്നോട്ട് വെക്കുമ്പോൾ അവരുടെ മാത്രം താല്പര്യമായിരിക്കും പരിഗണിക്കുക. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു ജനകീയ താല്പര്യമുണ്ട്. അതെവിടെയും ഒന്ന് പരിശോധിക്കാനുള്ള സാഹചര്യം ഇല്ലാതാകുമെന്ന ആശങ്ക. ഈ 2 കാര്യങ്ങളുണ്ട് അത്തരത്തിൽ ലഘൂകരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ. ഇത് രണ്ടുമല്ലാത്ത മൂന്നാമത്തെ ഒരു സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള ഈ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ പാലക്കാടുള്ള പുതിയ ബ്രൂവറി അല്ലെങ്കിൽ ബീവറേജ് തുടങ്ങാൻ പഞ്ചായത്ത് ഭരണകൂടത്തിൻ്റെ എതിർപ്പിനെ മറികടന്നുകൊണ്ടും ആ പരിപാടി തുടങ്ങാൻ അനുവദിക്കാം എന്നുള്ളതാണ് അതിൻ്റെ വളരെ രത്ന ചുരുക്കം. പക്ഷേ ഈ സ്റ്റാർട്ടപ്പ് ഇന്ത്യ മിഷൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള റെഡ് ടേപ്പുകളെല്ലാം ഒഴിവാക്കാനുള്ള പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെ തലത്തിൽ വളരെ നേരത്തെ ആരംഭിച്ചിരുന്നു. നമ്മൾ വളരെ വൈകി മാത്രമേ അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ് നമ്മളവിടെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമായിട്ടുള്ളത്. ഇവിടെ നോക്കൂ, നമ്മൾ അനക്ഡോട്ട്സ് എടുത്തുകൊണ്ടാണ് ഇപ്പോഴും ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ യൂസഫ് അലി പറഞ്ഞത്
ഇങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞത് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിനെതിരെ പറയുന്ന എത്രയോ ആൾക്കാർ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെ തന്നെ, ഇന്ത്യയിലെ തന്നെ ഒരു പക്ഷേ ഇൻഫന്റ് അപ്പാരൽ മാനുഫാക്ചേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംരംഭകനായിരുന്നു കിറ്റെക്സ്. കിറ്റെക്സിന്റെ 3500 കോടി രൂപയുടെ പ്രോജക്റ്റ് കേരളത്തിൽ നിന്ന് പോയത് എന്തുകൊണ്ടാണ്? രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ട് ഒന്നിന് പുറകെ ഒന്നായിട്ട് 11 പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് റെയ്ഡുകൾ അവരുടെ വ്യവസായശാലയ്ക്ക് നേരെ നടത്തുകയും അന്യായമായിട്ട് മിലിറ്റന്റ് ട്രേഡ് യൂണിസം കൊണ്ട് അവരുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുകയും ചെയ്ത സാഹചര്യത്തിൽ കൊച്ചിയിലും പാലക്കാടും തിരുവനന്തപുരത്തുള്ള യൂണിറ്റുകളെല്ലാം അടച്ചുപൂട്ടിക്കൊണ്ട് കിറ്റെക്സ് കമ്പനി എന്നത് ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു. ശരി, എന്നാൽ മുത്തൂറ്റ് ഫിനാൻസിന്റെ കാര്യം എടുക്കൂ. മുത്തൂറ്റ് ഫിനാൻസിൽ CITUവിന്റെ നേതൃത്വത്തിലുള്ള ട്രേഡ് യൂണിയന്റെ ബോധപൂർവമായിട്ടുള്ള അടച്ചുപൂട്ടൽ പരിപാടികൾ, ജോലിക്ക് എത്തുന്ന ആൾക്കാരെ കായികമായി കയ്യേറ്റം ചെയ്യൽ, ഇതിന്റെ ഭാഗമായിട്ട് മുത്തൂറ്റ് ഫിനാൻസിന്റെ 300 ബ്രാഞ്ചുകളാണ് കേരളത്തിൽ അടച്ചുപൂട്ടിയത്. മുത്തൂറ്റ് ഫിനാൻസിന് എന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യമുണ്ടോ? ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ അടച്ചുപൂട്ടപ്പെട്ടിട്ടുള്ള എത്രയോ സ്ഥാപനങ്ങളുടെ പേര് ഞാൻ പറയാം. ഇൻഡസ്ട്രിയൽ ആണെങ്കിൽ കാമിനോ ബിനാനി സിങ്ക്, ഓങ്കോൾ ഗ്ലാസ് ഫാക്ടറി, ഫിലിക്സ് കാർബൺ, പെരുമ്പാവൂർ റയോൺസ്, അതേപോലെ തന്നെ ഇനി പ്രീമിയർ കേബിൾസ്, അതേപോലെ തന്നെ മധുര കോട്സ്, തോഷിബ ആനന്ദ്, ക്രോംപ്ടൺ ഗ്രീവ്സ്, ടെക്സ്റ്റൈൽസിലാണെങ്കിൽ ചക്കോല, കൊത്തായി കോട്ടൺ, ബിന്നി ടെക്സ്റ്റൈൽസ്, ഇങ്ങനെ വിരലിലെണ്ണാവുന്നതിലേറെ സ്ഥാപനങ്ങൾ നമ്മുടെ മുമ്പിൽ കേരളത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ പല തരത്തിലുള്ള നിക്ഷേപ അന്തരീക്ഷം മോശമായതുകൊണ്ട് അടച്ചുപൂട്ടേണ്ടി വന്നിട്ടുണ്ട്. ഒരു നിക്ഷേപകൻ കേരളത്തിലേക്ക് വരുമ്പോൾ അവരെന്താ നോക്കുക? ഈ മന്ത്രിസഭയുടെയും മന്ത്രിയുടെയും വിശ്വാസ്യത എന്നുള്ളത് ഞാൻ ഒരു ഘടകമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ മാത്രം ചർച്ച തളച്ചിട്ടൊന്നും എനിക്ക് ആഗ്രഹമില്ല. പക്ഷെ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. മന്ത്രിക്കോ സർക്കാരിന് പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കോ വിശ്വാസ്യതയില്ല. അവർ കള്ളം പറയുന്നു, കള്ളത്തെ ന്യായീകരിക്കുന്നു എന്നുള്ളതൊരു പ്രശ്നമാണ്. 2, ഇവിടുത്തെ അന്തരീക്ഷം എന്താണ്? ഒരാൾ പൈസ നിക്ഷേപിക്കാൻ തീരുമാനിച്ചാൽ ആ നിക്ഷേപ പദ്ധതി പൂർത്തീകരിക്കാൻ സാധിക്കും. റെഡ് ടേപ്പിൽ കുടുങ്ങാതെ, ഈ മിലിറ്റന്റ് ട്രേഡ് യൂണിസം കൊണ്ടുള്ള തടസ്സപ്പെടുത്തൽ ഇല്ലാതെ, ഈ പൊളിറ്റിക്കൽ വയലൻസ് ഇല്ലാണ്ട്, ഇവർക്കൊക്കെ കപ്പം കൊടുക്കാതെ, ഈ കറപ്ഷനിൽ പെടാതെ ഇത് നടത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രതീക്ഷ ഇവിടുത്തെ സംരംഭകന് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. ഇത് കണക്ക് വെച്ച് നിങ്ങൾ നോക്കണം. അതായത് ഓരോ വർഷവും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് കൂടുകയാണോ കുറയുകയാണോ? ഒരു കണക്ക് ഞാൻ പറയാം. 2018-19 ന്യൂ പ്രോജക്ട്സ് അനൗൺസ്ഡ് 6931 കോടിയായിരുന്നു. 2019-20 ആയപ്പോൾ 4275 കോടിയായി. 2020-21 ആയപ്പോൾ 2711 കോടിയായി. ഓരോ കൊല്ലം കഴിയുമ്പോൾ 2000 കോടി രൂപ വീതം നിക്ഷേപത്തിൽ കുറവ് വരികയാണ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണെങ്കിൽ നിക്ഷേപത്തിൽ കൂടുതൽ വരികയാണ് വേണ്ടത്. ഇനി പ്രഖ്യാപിക്കപ്പെട്ട പ്രോജക്റ്റുകളും നടപ്പിലായിട്ടുള്ള പ്രോജക്റ്റുകളും തമ്മിലുള്ള വ്യത്യാസം നോക്കും. ഒന്നുകൂടി ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കട്ടെ. 2018-19 72,000 കോടി രൂപയുടെ പ്രോജക്റ്റ് പ്രഖ്യാപിച്ചു. നടപ്പിലായത് എത്രയാണ്? 4730 കോടി രൂപയുടെ പ്രോജക്റ്റാണ്. 2022-23 67,271 കോടി രൂപയുടെ പ്രോജക്റ്റ് പ്രഖ്യാപിച്ചു. നടപ്പിലായത് എത്രയാണ്? 1824 കോടി രൂപയുടെ പ്രോജക്റ്റാണ്. ഇങ്ങനെ ഓരോ വർഷത്തെയും പ്രഖ്യാപിച്ച പ്രോജക്റ്റുകളും നടപ്പിലായിട്ടുള്ള പ്രോജക്റ്റുകളും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണെന്നുള്ള വാദം വസ്തുതകൾക്ക് നിരക്കുന്നല്ല നമുക്ക് കാണാൻ സാധിക്കും. പ്രൈവറ്റ് സെക്ടറിലെ ഇൻവെസ്റ്റ്മെന്റിന്റെ കണക്കുകൾ അടക്കം ഈ പറയുന്ന ചുരുക്കൽ അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ശ്രീ ശങ്കുട്ടിദാസ് ആ ഘട്ടം, ആ ഊഴം അവസാനിപ്പിക്കുന്നത്. ശ്രീ അരുൺകുമാർ അതിന് മറുപടി പറയും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനു മുൻപ് ഞാൻ ശ്രീ കെ പി നൗഷാദ് അലിയിലേക്ക് പോവുകയാണ്. ശ്രീ കെ പി നൗഷാദ് അലി, ഇതിപ്പോ സാധാരണഗതിയിൽ കേരളവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നിക്ഷേപക സമൂഹം ആശങ്ക പ്രകടിപ്പിച്ച ഒന്ന് ഇവിടെ പണിമുടക്കുകൾ, ഹർത്താലുകൾ തുടങ്ങിയ ബന്ധുകൾ അടക്കമുള്ള കാര്യങ്ങൾ. ഇതിൽ പലതും കോടതി നിയമം മുഖേന നിരോധിച്ചു. പക്ഷേ ഇപ്പോഴും ഹർത്താൽ അടക്കമുള്ള കാര്യങ്ങൾ ചിലപ്പോഴെങ്കിലും ഉണ്ടാകുന്നുണ്ട്. അതിൽ സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പറയാണ്, ഞങ്ങൾ ഒരു ഹർത്താൽ നടത്തിയിട്ടില്ല കഴിഞ്ഞ ഇത്രയും നാളുകളായി. ഇത്രയും അധികം കോൺട്രിബ്യൂഷൻ നൽകുന്ന ഒരു പ്രതിപക്ഷത്തെ കിട്ടുന്നത് ഒരു ഭാഗ്യമാണ് എന്ന നിലയ്ക്കാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അപ്പോഴും കഴിഞ്ഞ ദിവസം ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞത് എന്താണ്? നിങ്ങൾ 2 മിനിറ്റിൽ, സർക്കാരിനെതിരെ പറയുന്നത്, നിങ്ങൾ 2 മിനിറ്റിൽ ഇവിടെ സംരംഭങ്ങൾ തുടങ്ങുകയല്ല, 2 മിനിറ്റ് കൊണ്ട് ഇത് പൂട്ടിക്കെട്ടിക്കുകയാണ് എന്നുള്ളതാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു വൈരുദ്ധ്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര വിശ്വാസമില്ലാതിരിക്കുക എന്നുള്ളതാണ്. ഇത് ഒന്നിച്ചു പോകുമോ? മാധു, അത് 2 തലത്തിൽ നിന്ന് നോക്കുമ്പോഴാണ്. VD സതീശൻ പ്രകടിപ്പിച്ച ആശങ്കകളെ മുൻനിർത്തി സംസാരം തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രതികരിക്കാനേ കഴിയുള്ളൂ. അതിനകത്തൊന്നും വേറെ ചികയേണ്ട കാര്യമില്ല. ഞാനിതിനകത്ത് മാധു ഈ സമരങ്ങളും ഹർത്താലുകളും ഒക്കെ മാധു പ്രതിപാദിച്ച സ്ഥിതിക്ക് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഇപ്പം നമ്മുടെ തൊട്ട അയൽപ്പക്കത്തുള്ള സംസ്ഥാനങ്ങൾ നിങ്ങൾ നോക്കുക. കർണാടകയും തമിഴ്നാടും ഇലക്ട്രോണിക്സിൻ്റെ വലിയ ഹബ്ബുകളാണ്, വലിയ മാനുഫാക്ചറേഴ്സാണ്. അതുപോലെ തന്നെ തെലുങ്കാന ഇവിടെ സോഫ്റ്റ്വെയർ IT രംഗത്ത് വലിയ കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഈ ഇലക്ട്രോണിക്സ് എന്നൊരു യുഗം ഈ ഇന്ത്യ രാജ്യത്ത് തുടങ്ങിയ ഒരു കാലത്തെ നിങ്ങളൊന്ന് വിലയിരുത്തിയാൽ ഈ രാജ്യത്ത് ആ യുഗത്തെ നയിച്ചത് ഇവിടെ കേരളം എന്നൊരു സംസ്ഥാനമാണ്. നമ്മൾ 1973 നമ്മൾ
അന്നത്തെ UDF മന്ത്രിസഭയുടെ കാലത്താണ് കെൽട്രോൺ സ്ഥാപിച്ചത്. ആ കെൽട്രോൺ ആയിരുന്നു രാജ്യത്തെ ഒരു പയനിയർ ആൻഡ് ഐഡിയൽ ആയിട്ടുള്ള ഈ ഇലക്ട്രോണിക്സ് വിപ്ലവത്തിൻ്റെ മുഖം. അങ്ങനെ വലിയൊരു ഇനീഷ്യൽ പുള്ള് കിട്ടിയ, ആരംഭത്തിൽ തന്നെ വലിയൊരു വേഗത കിട്ടിയ സംസ്ഥാനമായ കേരളം തുടർന്ന് അങ്ങോട്ട് ഇലക്ട്രോണിക്സിൻ്റെ രണ്ടാം വരവായ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ യുഗത്തിലും ഇലക്ട്രോണിക്സ് രംഗത്ത് അടക്കവും നമ്മളിങ്ങനെ പൊളിഞ്ഞു പാളീസായി പോയതിൻ്റെ കാരണം അന്വേഷിച്ചാൽ ഒറ്റ ഉത്തരവാദിയെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അത് ഈ സംസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM-നെ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അവർ നിരന്തരമായി നടത്തിയ സമരങ്ങളുടെ ഒരു പ്രഘോഷണം, അവർ നീലാകാശത്തിന് പന്തലിടാനും അറബിക്കടലിന് പാലം പണിയാനും പോലുള്ള അവകാശങ്ങൾ ഉന്നയിപ്പിച്ച് പാവപ്പെട്ട യുവാക്കളെ തെരുവിലിറക്കി പോലീസിന്റെ ലാത്തിക്കും ബൂട്ട്സിനും കീഴിലേക്ക് ഇട്ടുകൊടുത്ത് മൃതപ്രായരാക്കി വാർത്തകൾ ഉണ്ടാക്കി സംസ്ഥാനത്തിന്റെ അന്തരീക്ഷം കലുഷിതമാക്കി ഇതിന്റെ സൽപ്പേരിനെ കളങ്കം വരുത്തി ഈ സംസ്ഥാനത്ത് ഒരു രാഷ്ട്രീയം പയറ്റിയതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നേ വരെ പുറകോട്ട് പോയതിൻ്റെ എല്ലാത്തിൻ്റെയും കാരണം. അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെയും കർണാടകയും തെലുങ്കാനയൊക്കെ ഈ ഇലക്ട്രോണിക്സ് രംഗത്തും സോഫ്റ്റ്വെയർ രംഗത്തും ഒക്കെ നമ്മൾ കവച്ച് വെച്ചേനെ. നമ്മളിതൊക്കെ മാനത്ത് ചിന്തിക്കുന്ന കാലത്ത് അവർ പാതാളത്തിൽ പോലും ഇത് ചിന്തിച്ചു തുടങ്ങിയിരുന്നില്ല. അത്തരത്തിലൊരു സംസ്ഥാനമായിരുന്ന നമ്മളാണ് ഇത്തരത്തിൽ പുറകോട്ട് പോയത്. അപ്പോൾ ഇവിടെ നിന്ന് CPM-ന്റെ പ്രതിനിധികളൊക്കെ വന്നിട്ട് 2016 ശേഷമാണ് കേരളം ഉണ്ടായത് എന്ന മട്ടിൽ വങ്കത്തങ്ങളൊക്കെ പറയുമ്പോൾ നമ്മളതൊക്കെ കേൾക്കുക എന്നല്ലാതെ വേറൊന്നിനും വഴിയില്ല. 2011 തൊട്ട് 16 വരെയാണ് അവസാനമായിട്ട് ഇവർ പ്രതിപക്ഷത്തിരുന്നത്. അന്ന് നടത്തിയ സമര കോലാഹലങ്ങളാണ്. പിൽക്കാലത്ത് അവർ ചേർത്ത് പിടിച്ചു കൊണ്ടുപോയ പദ്ധതികളെ മുഴുവൻ അവർ മുൻവിധിയോടുകൂടി, രാഷ്ട്രീയ വൈരാഗ്യത്തോടു കൂടിയാണ് അവർ പദ്ധതികളെ സമീപിക്കാറുള്ളത്. ഞങ്ങൾ തുറന്ന മനസ്സോടുകൂടിയാണ് ഞങ്ങൾ സമീപിക്കുന്നത്. അതിനകത്ത് രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ല. ഈ സംസ്ഥാനത്തിൻ്റെ ക്ഷേമമാണ്, ഇവിടുത്തെ യുവാക്കളുടെ നാളെയുടെ ഭാവിയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത്. അതുകൊണ്ട് പ്രതിപക്ഷം വളരെ കൃത്യമായിട്ട് ഈ വിഷയങ്ങൾ പറയുന്നു. പക്ഷേ ഇവരെ ആ ഭൂതകാലം മുഴുവൻ വിസ്മരിച്ചുകൊണ്ടൊരു പുതിയ യുഗത്തിലേക്ക് ഇങ്ങനെ പെറ്റുപിറന്ന് വീണ കുഞ്ഞിനെ പോലെ ഇവർ സംസാരിക്കുമ്പോൾ ഇവരുടെ ചരിത്രം മുഴുവൻ ഇവരെ വേട്ടയാടുകയാണ്. ഇവരാണ് ഇത്തരത്തിൽ ഈ സംസ്ഥാനത്തെ പിന്തിരിപ്പനാക്കി മാറ്റിയത്. ഇവരെ വല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ പിന്തുണക്കും. നമുക്ക് നോക്കാം എന്താണ് CPM-ന്റെ സർക്കാർ ചെയ്യുന്നത് എന്ന്. ഇതേപോലുള്ള നാടകം 2020 അവതരിപ്പിച്ചതിൻ്റെ വലിയ നിരാശയും ജാള്യതയും വലിയ നാണക്കേടുകളും ഒക്കെ ആ ബാലൻസ് ഷീറ്റിൽ വച്ചുകൊണ്ടാണ് ഈ പുതിയ ഇൻവെസ്റ്റേഴ്സ് മീറ്റുമായിട്ട് ഇവർ കടന്നു വരുന്നത്. പിന്നെ അവിടെ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികളെ കുറിച്ചൊക്കെ നമുക്ക് മുമ്പേ അറിവുള്ളതാണ്. വർഷങ്ങളായി, മാസങ്ങളായി സംസാരിക്കുകയും അന്തിമമാക്കുകയൊക്കെ ചെയ്ത പദ്ധതികളാണ് അവിടെ ഒരു ഔദ്യോഗികം എന്നോണം പ്രഖ്യാപിച്ചത്. അല്ലാതെ പുതിയ പദ്ധതികൾ ഇത് കണ്ടിട്ട് എത്ര പേർ വരുന്നു എന്നുള്ളത് വരും നാളുകളിൽ നമുക്ക് നോക്കിയിരുന്ന് കാണാം. വസ്തുതാപരമായി പറയണം, ഇന്ന പദ്ധതി ഇപ്പോൾ അവിടെ പ്രഖ്യാപിക്കപ്പെട്ടു. ഇത് ഇത്ര കാലം മുമ്പ് സംസാരിച്ചിരുന്നതല്ലേ? ഈ പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടു. ഇപ്പോൾ അദാനി ഏതാണ്ട് 30,000 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് മുൻകൂട്ടി പ്രഖ്യാപിച്ചതാണ്. ലുലു ഗ്രൂപ്പ് 5,000 കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതും നേരത്തെ പ്രഖ്യാപിച്ച പദ്ധതിയാണ് എന്ന നിലയ്ക്ക് അങ്ങേക്ക് പറയാൻ കഴിയുമോ? ഒരു സംശയമില്ല മാധു, അവിടെ പ്രഖ്യാപിക്കപ്പെട്ട മുഴുവൻ പദ്ധതികളും എത്രയോ മാസങ്ങളായി സംസ്ഥാന സർക്കാരുമായി, വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട് ആ ചർച്ചകൾ ചെയ്ത് പലതും ഇന്ന് പ്രവർത്തന പാതയിലാണ്. അവിടെ ഒന്നാമത്തെ കാര്യം, അവിടെ പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. അവിടെ ഇത്ര കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടക്കും എന്ന് മാത്രമേ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളൂ. പിന്നെ എങ്ങനെയാണ് അങ്ങ് പദ്ധതികൾ പ്രഖ്യാപിച്ചത് നേരത്തെ പ്രഖ്യാപിച്ചതാണ് എന്ന് പറയുന്നത്? അല്ല, ഈ പദ്ധതികളൊന്നും ഇതൊക്കെ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയതാണ്. ഇൻവെസ്റ്റ്മെന്റിന്റെ 25% പമ്പ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഫ്ലോ ചെയ്ത എത്രയോ ബിസിനസ്സുകളുണ്ട് ഇവിടെ ഇത് മാധു, അത് നിങ്ങൾ പറയുന്നത് ഒരു സാങ്കേതികത്വം മാത്രമാണ്. ഈ പദ്ധതികൾ മുഴുവൻ എത്രയോ മാസങ്ങളായിട്ട് ചർച്ച ചെയ്ത് അങ്ങനെയാണെങ്കിൽ ഞാൻ ശ്രീ അരുൺ, എനിക്ക് തർക്കമില്ല അതില്. അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ശ്രീ അരുൺകുമാറിനോട് ചോദിക്കാം. എന്റെ അറിവിൽ അവിടെ ഇത്ര കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് കമ്പനികൾ പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. ഞാൻ പറയാം. ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ 3000 കോടി രൂപയുടെ ആരോഗ്യരംഗത്തെ പദ്ധതികൾ അവിടെ പ്രഖ്യാപിക്കപ്പെട്ടു. ആ പദ്ധതികളുമായി ബന്ധപ്പെട്ട ആശുപത്രികളുടെ പ്രവൃത്തി 50% പൂർത്തിയായ ഒരുപാട് ഇടങ്ങളുണ്ട്.
ലുലു അവിടെ പ്രഖ്യാപിച്ച പദ്ധതി ലുലു എത്രയോ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സർക്കാരുമായിട്ട് സംസാരിച്ച് അതിന്റെ അന്തിമ സ്റ്റേജിലാണ്. അതുപോലെ തന്നെ അദാനി പ്രഖ്യാപിച്ച പദ്ധതി പദ്ധതി ഏതാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആ പദ്ധതി ഏതാണ്? അങ്ങ് പറയുന്നു അതിന്റെ 25% ഫണ്ട് അടക്കമുള്ള കാര്യങ്ങൾ വിനിയോഗിച്ചുകൊണ്ട് ഏതാണ് പദ്ധതി എന്നാണ് ഞാൻ ചോദിച്ചത്. ശ്രീ അരുൺകുമാർ, അവിടെ പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടോ? ഈ കോൺഗ്രസിന്റെ ആരോപണം ഇതാണ്. അങ്ങനെയാണ് എനിക്കതുമായി ബന്ധപ്പെട്ട അറിവ് പരിമിതമാണ് കേട്ടോ. അവിടെ പദ്ധതികളാണോ ഇൻവെസ്റ്റ്മെന്റിനുള്ള താല്പര്യപത്രങ്ങളാണോ അവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്? ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധികൾക്ക് കഴിഞ്ഞ പദ്ധതികളൊക്കെ മുമ്പേ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കും. അല്ല പറയട്ടെ ഈ പറഞ്ഞ പ്രഖ്യാപനങ്ങൾക്കില്ല. അല്ല ഞാൻ പറയട്ടെ, ഇത് കോൺഗ്രസിന്റെ പ്രതിനിധികൾക്ക് കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഈ ചർച്ചയിൽ ഇത് തന്നെയാണ്. ഒന്നെങ്കിൽ ഒച്ചപ്പാടുണ്ടാക്കി പഴയ ചില കാര്യങ്ങൾ പറഞ്ഞ് നുണ പ്രചരിപ്പിക്കുക. ഇപ്പൊ പറഞ്ഞല്ലോ, ആദ്യം പി രാജീവാണ് മെട്രോയ്ക്കെതിരെ സമരം നടത്തിയത് എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവാണ്. സാക്ഷാൽ മെട്രോമാന്റെ വീഡിയോ കാണിച്ചപ്പോ ബോധ്യപ്പെട്ടില്ലേ എന്താണ് സംഭവിച്ചെന്ന് ഓരോ കാര്യത്തിലും. ഇപ്പൊ ഇവിടെ പറയുന്നു ആരോഗ്യ രംഗത്ത് ആശുപത്രി പണിതുകൊണ്ടിരിക്കുകയാണ്. ആര് ആശുപത്രി പണിയുന്നു? ഇപ്പൊ ആരോഗ്യ രംഗത്ത് ഇവിടെ ഉള്ളത് കൃഷ്ണ ഗ്രൂപ്പ് 3000 കോടി നിക്ഷേപവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ധാരണാപത്രം പറയുന്നു. ഞങ്ങൾ ഇങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട്. അതാണല്ലോ ഈ സബ്മിറ്റിൽ പറയുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ ഘട്ടമായി മുന്നോട്ട് പോകും. അതിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനം വരുമ്പോഴേക്കും പല പദ്ധതികളും നേരത്തെ ചർച്ച ചെയ്താണ്. അങ്ങ് വീണ്ടും ചോദിച്ചു ഏത് പദ്ധതിയാണ് നേരത്തെ ചർച്ച ചെയ്തത്, ആ പദ്ധതി പറയാമോ എന്ന് പറയുമ്പോൾ ഓടെ വെടിവെച്ചോണ്ടിരിക്കുക. ഇങ്ങനെ നിങ്ങൾ ആക്ഷേപം ഉന്നയിച്ച് യാഥാർത്ഥ്യം ജനങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ BJP-യുടെ പ്രതിനിധി പറയാ കിറ്റെക്സ് ഇവിടെ പോയി. എന്താ കാര്യം? മുതൽ മുടക്കിന്റെ 33% പൂർത്തിയായി കഴിഞ്ഞതാണ്. അതങ്ങനെ പുതിയ പദ്ധതിയാവും സുഹൃത്തെ. അങ്ങനെ വായി തോന്നിയതൊന്നും പറഞ്ഞിട്ട് സംസ്ഥാനത്ത് പൂർത്തീകരിച്ചു കഴിഞ്ഞ പറഞ്ഞതിപ്പോ ഒരു കൊല്ലം ആരോഗ്യ രംഗത്ത് 3000 രൂപയുടെ പദ്ധതി ഒരു പദ്ധതി എടുത്തു പറയുമെന്ന് അങ്ങ് പറഞ്ഞില്ല. എല്ലാവർക്കും സമയം ഒരുപോലെയല്ലേ? ശരിയാണ്, അങ്ങേക്ക് ആദ്യത്തെ ഘട്ടത്തിൽ ചില സാങ്കേതിക പ്രശ്നമുള്ളതുകൊണ്ട് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങ് സംസാരിച്ച സമയത്ത് അരുൺകുമാർ ഇടപെട്ടില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ആവർത്തിച്ച് ചോദിച്ചതാണ് ഏതെങ്കിലും ഒരു പദ്ധതി അങ്ങ് പറയാമോ എന്ന്. അപ്പോഴങ്ങ് പറഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹം പൂർത്തീകരിക്കട്ടെ. അല്ല, പദ്ധതി ഇതാണ്. കൃഷ്ണ ഗ്രൂപ്പിന്റെ ആതുര സേവന രംഗത്ത് ഇവർ പ്രഖ്യാപിച്ച മുഴുവൻ പദ്ധതികളും ലുലു ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതി ഒരു വർഷം ഇതൊക്കെ എല്ലാവർക്കും അറിവുള്ളതാണ്. മാധു, അല്ല നിങ്ങളുടെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാകും മിസ്റ്റർ. ഏത് വിഷമ ആർക്കറിയാം? നിങ്ങളോട് ചോദിച്ചല്ലോ ആരോഗ്യ രംഗത്ത് 3000 എന്ന് പറഞ്ഞല്ലോ. അല്ല നിങ്ങളത് കേൾക്കൂ, നിങ്ങളൊരു ക്ഷമ കാണിക്കൂ മിസ്റ്റർ, നിങ്ങളൊരു ക്ഷമ കാണിക്കൂ. ആരോഗ്യ രംഗത്ത് 3000 എന്ന് പറയുമ്പോൾ ഏത് ഗ്രൂപ്പ് എന്ത് പദ്ധതി എന്ന് പോലും സജസ്റ്റ് ചെയ്യാൻ അങ്ങേക്ക് കഴിഞ്ഞില്ല. ഞാനാണ് പറഞ്ഞത് കൃഷ്ണ ഗ്രൂപ്പാണ് 3000. അത് എവിടെ എന്ത് മുതൽ മുടക്ക് അവർ ഇപ്പോൾ നടത്തി താങ്കൾക്ക് പറയാൻ പറ്റുമോ? ഈ പറഞ്ഞ 1,53,000 കോടി രൂപയുടെ നിക്ഷേപത്തിന്റെ ധാരണാപത്രം, ആ ധാരണാപത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എവിടെയെങ്കിലും കൃത്യമായി പറയൂ. ഈ പറയുന്ന തമാശയൊക്കെ പുറത്തു പറയാം. മുതൽ മുടക്കുന്ന ആന്ധ്ര കമ്പനി അത് കൃഷ്ണ കമ്പനിയാണ് എല്ലാവർക്കും അറിയാം. പല ആക്ഷേപപരമായിട്ടുള്ള കാര്യങ്ങളും പിന്നെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് താങ്കൾക്ക് പറയാൻ പറ്റിയോ? ഞാനല്ലേ ആ പേര് പറഞ്ഞത്. ഈ ആന മണ്ടത്തരം കൊണ്ട് വന്ന് എഴുന്നള്ളിക്കുമ്പോ കുറച്ചെങ്കിലും ഡേറ്റയായിട്ട് വാ. ഇവിടെ ചോദിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സംവിധാനം, ഏതെങ്കിലും ഒരു നിക്ഷേപം നിങ്ങൾ എത്ര ആക്ഷേപം ഉന്നയിച്ചാലും ഈ വ്യവസായ സൗഹൃദ കേരളം വൻ നിക്ഷേപമായിട്ട് മുന്നോട്ട് പോകും. നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. പ്രതിപക്ഷ നേതാവ് ഇന്നലെ വന്ന് പറഞ്ഞല്ലോ. കോൺഗ്രസിന്റെ പ്രതിനിധികൾ ഓരോ ദിവസവും വന്ന് ഈ ആക്ഷേപകരമായിട്ടുള്ള കാര്യങ്ങളും വ്യവസായ മന്ത്രി ആക്ഷേപിക്കാനും എത്ര ശ്രമിച്ചാലും കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിന് തന്നെ നയം മാറ്റി അവിടെ വന്നിരുന്ന് സംസാരിക്കേണ്ടി വരുന്നതും ഈ കേരളത്തോടൊപ്പം നിൽക്കുമെന്ന് പറയുമ്പോഴും നിങ്ങൾ ഓരോരുത്തരും ഈ കേരളത്തെ ആക്ഷേപിക്കാനും നിക്ഷേപ പദ്ധതികളെ അട്ടിമറിക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. എത്രയായാലും
ഞങ്ങൾ മുന്നോട്ട് പോകും. നിങ്ങൾ ആക്ഷേപകരമായിട്ടുള്ള കാര്യം മാത്രമാണ് പറയുന്നത്. ഇവിടെ പല നിയമങ്ങളും കാലഹരണപ്പെട്ടത് പുതുക്കി പുതിയ നിയമനിർമ്മാണം നടത്തി എല്ലാ നിക്ഷേപകർക്കും വളരെ സൗഹാർദ്ദത്തോടെ ഈ കേരളത്തിലേക്ക് ഈ ഇൻവെസ്റ്റിഗേഷനെ ഇങ്ങോട്ട് ക്ഷണിക്കുന്ന ആ പദ്ധതികൾ ഞാൻ ഇടപെടുകയാണ്. ഇപ്പോ ഏതെങ്കിലും ഒരു പദ്ധതി പ്രഖ്യാപനം ഇപ്പൊ വ്യവസായ മന്ത്രി അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടു, ഇത്രയധികം കോടി രൂപയുടെ താല്പര്യപത്രം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ വ്യക്തമാക്കിയതാണ് ധാരണാപത്രം ഒപ്പുവെക്കൽ ഉണ്ടാകില്ല, താല്പര്യപത്രങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഇത്ര കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് തയ്യാറാണ് എന്ന സന്നദ്ധത ഗ്രൂപ്പുകൾ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനപ്പുറത്തേക്കുള്ള വിവരങ്ങൾ കോൺഗ്രസിനുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അപ്പുറത്തേക്കുള്ള വിവരങ്ങൾ ആർക്കുണ്ട് എങ്കിലും അത് ചർച്ചയിൽ ഉന്നയിക്കുകയും ചെയ്യാവുന്നതാണ്. അടുത്ത ശങ്കുട്ടിദാസ്, ഇപ്പോ ശരിയാണ് 2003 മുതൽ ഇങ്ങോട്ട് ഇത്രയും 10-22 വർഷത്തിനിടയിൽ 4ാമത്തെ തവണയാണ് നമ്മളൊരു നിക്ഷേപക സംഗമം നടത്തുന്നത്. അതിനിടയിൽ അങ്ങ് പറഞ്ഞതുപോലെ ലോക കേരള സഭകൾ സംഘടിപ്പിക്കുന്നുണ്ട്, പല പ്രഖ്യാപനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ വിചാരിക്കുന്ന തരത്തിൽ പലതും പല കാലങ്ങളിൽ മുന്നോട്ട് പോയില്ല എങ്കിലും പുതിയ ചുവടുവെപ്പ് എന്ന് പറയുന്നത് കാലത്തിന്റെ ആവശ്യമല്ലേ? അപ്പൊ നമ്മളതിനെ പോസിറ്റീവായി കാണണ്ടേ? തീർച്ചയായിട്ടും വേണം. പക്ഷെ അതിനനുസരിച്ച് മാറാൻ നമ്മൾ തയ്യാറാണോ? പുതിയ കാലത്തിനനുസരിച്ച് മാറാനുള്ള ഒരു സന്നദ്ധത നമുക്ക് ആത്മാർത്ഥമായിട്ട് ഉണ്ടോ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, ഇവിടുത്തെ ഒരു നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം ഇവിടെ ഉണ്ടാവണമെങ്കിൽ ഇവിടുത്തെ ഒരു ആൻറ്റി ബിസിനസ് കൾച്ചർ ഇല്ലാണ്ടാവണം. ഈ വ്യവസായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശത്രുവാണ്, അല്ലെങ്കിൽ പണക്കാരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുറ്റവാളിയാണ്, ഈ സമ്പന്നൻ എന്ന് പറഞ്ഞാൽ ബൂർഷ്വയാണ്, വ്യവസായശാലകളെ എങ്ങനെയെങ്കിലും പൂട്ടിക്കലാണ് നമ്മുടെ തൊഴിലാളി വർഗ നയം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു ആൻറ്റി ബിസിനസ് കൾച്ചർ ഈ കേരളത്തിലുണ്ട്. ഇന്ന് പോലും ഇപ്പോൾ നോക്കൂ, ആ നിക്ഷേപ സംഘം നടക്കുന്ന സ്ഥലത്തേക്ക് കേരളത്തിലെ 2 പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയൻ്റെ നേതാക്കളെ ക്ഷണിച്ചു. CITUവിലെ എളമരം കരീമും അതേപോലെ INTUCയുടെ അദ്ദേഹവും ചന്ദ്രശേഖറും അതിൽ പങ്കെടുത്തിരുന്നു. രണ്ടുപേരും പറഞ്ഞത് എന്താ വെച്ചാൽ, ഇനി അങ്ങോട്ട് സമരങ്ങളില്ലാത്ത നാടാവും കേരളം എന്നൊരു ഉറപ്പൊന്നും തരാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങളിത് വളരെ കൃത്യമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന വ്യവസായ സൗഹൃദത്തിൻ്റെ മറവിൽ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെങ്കിൽ രൂക്ഷമായിട്ടുള്ള സമരങ്ങൾക്ക് മുതിരാൻ ഞങ്ങൾ ഒരുക്കമാണ് എന്നാണ് പറയുന്നത്. ജനകീയ താല്പര്യങ്ങളോ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് വ്യവസായം മാത്രം വരട്ടെ എന്ന് വിചാരിക്കാൻ കഴിയുമോ? അല്ല, നിങ്ങൾ നിക്ഷേപ സംഗമം നടത്തി രാജ്യത്തുള്ള നിക്ഷേപകരെ മുഴുവൻ വിളിച്ചു വരുത്തിയിട്ട് അവരെടുത്ത് നിങ്ങൾ ഈ പറയുന്ന ട്രേഡ് യൂണിയൻ നേതാക്കളെ കൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തി സംസാരിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനോഭാവത്തിൽ യാതൊരു മാറ്റവും ഇല്ല എന്നുള്ള കൃത്യമായിട്ടുള്ള സൂചനയാണല്ലോ നിങ്ങൾ കൊടുക്കുന്നത്. ഞാൻ പറയുന്ന കാഴ്ചപ്പാടിലും നമ്മുടെ തീരുമാനങ്ങളിലും നമ്മുടെ നടപടിക്രമങ്ങളിലും ഒക്കെ ഈ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. കാലോചിതമായിട്ട് എന്താ പറയുക, കാലഹരണപ്പെട്ടിട്ടുള്ള പല പ്രത്യയശാസ്ത്രങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട്, ചില പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള മൗഢ്യങ്ങളും ജാടകളും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അതൊന്നും പുതിയ കാലഘട്ടത്തിന് നിരക്കുന്നതല്ല എന്നുള്ള തിരിച്ചറിവോട് കൂടി കുറെ കൂടി തുറന്ന മനസ്സോടുകൂടിയുള്ള സമീപനം സ്വീകരിക്കാൻ തയ്യാറായാൽ മാത്രമല്ല ഈ പറയുന്ന പൊളിറ്റിക്കൽ കൾച്ചർ ഉണ്ട് കേരളത്തിൻ്റെ. അതായത് ഒരു പ്രത്യേക വിഭാഗത്തെ, ഒരു പ്രത്യേക ഭരണ സംവിധാനത്തെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ വ്യവസായികൾക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അവർക്കെതിരായി തിരിയുന്ന വ്യവസായികൾ ബൂർഷ്വാ വ്യവസായികളാണെന്നും അവർ സംസ്ഥാനം വിട്ടു പോവേണ്ടവരാണെന്നും അവർ പോയത് എന്തുകൊണ്ടും നന്നായി എന്നും, അങ്ങനെയുള്ള ആളുകൾ പോയത് വളരെ നന്നായി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ചില വ്യവസായികളോട് വളരെ പുരോഗമനമായിട്ടുള്ള സമീപനം. ഒരു ഉദാഹരണത്തിന് ഞാൻ ചോദിക്കാം, ഇപ്പോൾ പറയുന്ന 1,20,000 കോടി രൂപയിൽ 40,000 കോടി രൂപയുടെ പ്രോജക്റ്റ് അദാനിയുടെ പ്രോജക്റ്റ് ആണെന്നാണ് പറഞ്ഞത്. ഇത്രയും കാലം നമ്മൾ പറഞ്ഞിരുന്ന അദാനി ഏതെങ്കിലും സംസ്ഥാനത്ത് നിക്ഷേപം നടത്തുകയാണെങ്കിൽ ആ നാട് അദാനിക്ക് തീരെഴുതി കൊടുത്തു എന്നാ. കേന്ദ്ര സർക്കാർ ഓരോ സ്ഥലത്തും അദാനി നിക്ഷേപം നടത്തുമ്പോൾ ആ നാട് അദാനിക്ക് തീരെഴുതി കൊടുത്തു. ഗുജറാത്തിൽ അദാനി നിക്ഷേപം നടത്തിയാൽ ഗുജറാത്ത് അദാനിക്ക് തീരെഴുതി, ലക്ഷദ്വീപിൽ നിക്ഷേപം നടത്തിയാൽ ലക്ഷദ്വീപ് തീരെഴുതി. അങ്ങനെയാണെങ്കിൽ 40,000 കോടി രൂപ കേരളത്തിൽ അദാനി നിക്ഷേപിക്കുമ്പോൾ ഈ പറയുന്ന കേരള നിക്ഷേപക സമ്മിറ്റ് നടത്തിയിട്ടുള്ള ആളുകൾ കേരള അദാനിക്ക് തീരെഴുതി കൊടുക്കുകയാണോ ചെയ്യുന്നത്? ഇവിടെ ഇങ്ങനെയുള്ള ഇരട്ടത്താപ്പുകൾ, നിങ്ങളൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ മറ്റൊരു സ്ഥലത്ത് നിങ്ങൾക്ക് എതിരായി ശരിയാണ്. ഈ പറയുന്ന ആശയങ്ങളുടെ കാര്യത്തിൽ, നയത്തിന്റെ കാര്യത്തിൽ, സമീപനത്തിന്റെ കാര്യത്തിലൊക്കെ വളരെ അധികം വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള സമൂഹം തന്നെയാണ് നമ്മുടെ. ഇതിപ്പോൾ നേരത്തെ ശ്രീ ശങ്കുട്ടിദാസ് പറഞ്ഞതുപോലെ നമുക്ക് ഒരു വ്യവസായി എത്ര സൗഹൃദത്തോടെ നമ്മൾ സ്വാഗതം ചെയ്തിട്ടുണ്ടെങ്കിലും ജനകീയ വിഷയങ്ങൾ വരികയാണെങ്കിൽ അതിൽ സമരം ചെയ്യുക എന്ന് പറയുന്ന നില കേരളത്തിലെ ട്രേഡ് യൂണിയൻ സംവിധാനത്തിലുണ്ട്. അതൊന്നും ഇല്ലാതെ പോകാൻ കഴിയില്ല എന്നുള്ളത് കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ മൂല്യമാണ്. അവിടെ നിന്നുകൊണ്ട് നമുക്ക് സാധ്യമായ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാൻ കഴിയും എന്ന ചിന്തയാണ് അനിവാര്യം എന്ന് തോന്നുന്നു. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്ക്, പ്രേക്ഷകർക്ക്.